ഇവിടെ നമ്മുടെ മക്കൾ മാസിൽ പഠിക്കണ്ട, നല്ല കുട്ടികളുടെ പാപ്പാരുണ്ടെങ്കിൽ മാസിൽ പഠിക്കണം, നല്ല കുട്ടികളുടെ പാപ്പാരാണ്. ഇംഗ്ലീഷ് പുസ്തകനോട് സന്തോഷം. ഞാൻ പലരുടെയും ചോദിക്കുന്ന സമയത്ത് ഇവിടെ പല ആളുകളും പൊന്തിക്കാതെ, ഇവിടെ വളരെ ശതമാനം കൂടുതൽ എന്തായിട്ടുണ്ട്, പൊന്തിച്ചിട്ടുണ്ട്. നല്ല നമ്മുടെ മക്കൾ നല്ല മക്കളാണ്. ആർക്ക് അഭിപ്രായമുണ്ട്? ഉമ്മാക്ക് അഭിപ്രായമുണ്ട്, പാപ്പാക്ക് അഭിപ്രായമുണ്ട്, അല്ലേ? ആ അഭിപ്രായം തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കുട്ടികൾ നല്ലതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അയൽവാസികളെ നാട്ടുകാരെ പറയോ ഇല്ല. നമ്മളെങ്കിലും പറയണം നമ്മുടെ കുട്ടികൾ ആരാണ്, നല്ല കുട്ടികളാണെന്നുള്ളത് നമ്മളെങ്കിലും അറ്റ്ലീസ്റ്റ് എന്താകണം, പറയണമെന്നുള്ളത്. അപ്പം നിങ്ങൾ ആ വിഷയത്തിൽ പറയുന്നുണ്ട്, ഇന്നോടല്ലല്ലോ കുട്ടികളോടും പറയണം ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ബോധ്യം ഉണ്ടാകണം, നമ്മുടെ കുട്ടികൾ ആരാണ്, നല്ല കുട്ടികളാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം. നമ്മളൊരു ദിവസം രാവിലെ എണീച്ചു, പൈപ്പ് തുറന്നു. പൈപ്പ് തുറക്കുന്ന സമയത്ത് വെള്ളം നോക്കുമ്പോൾ വെള്ളം അങ്ങനെ പെട്ടാൻ വാസനിക്കുന്നുണ്ട്, കേട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? അതെന്തേ ഉടനെ എവിടെ ചെന്ന് നോക്കും? ടാങ്ക് ചെന്ന് നോക്കും, ഇല്ലേ? ആരെങ്കിലും പൈപ്പ് മാറ്റുമോ? പ്ലംബറിനെ വിളിച്ചിട്ട് കേടെവിടെയാണ്? ടാങ്കിലാണെങ്കിൽ എത്തിയിട്ട് നമ്മൾ അവിടെ ചെന്ന് നോക്കും, ടാങ്ക് ചെന്ന് നോക്കും, ഇല്ലേ? അപ്പോൾ നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ ചെന്ന് നോക്കണ്ടത്? എവിടെ നോക്കണ്ടേ? കുട്ടികളുടെ ടാങ്ക് എവിടെയാണ്? വീടാ? ഉമ്മയൊക്കെയാണ് കുട്ടികളുടെ ടാങ്ക്. അപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പം നമ്മൾ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉടനെ എവിടെ ചെന്ന് നോക്കണം? പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ വെള്ളം നന്നാകുമോ? എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തിരിച്ചാൽ നന്നാകുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എവിടെ ചെന്ന് നോക്കണം? കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ ശരിയില്ലാത്ത തോന്നിയാൽ ഉടനെ എവിടെ ചെന്ന് നോക്കണം? ടാങ്കിൽ ചെന്ന് നോക്കണം. ടാങ്ക് ആരാണ്? പാപ്പാക്കും ഉമ്മാക്ക് എന്തെങ്കിലും കുഴപ്പം ഉണ്ടോ എന്ന് നോക്കണം. അവിടെ നന്നാക്കിയാൽ വെള്ളം എന്താവും? നല്ല വെള്ളം വരും. എന്നതുപോലെ അവിടെ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മളെവിടെ നോക്കണ്ടേ? ടാങ്കിലേക്കാണ്. അപ്പോൾ നിങ്ങൾ കൈപോക്കിയ ഉമ്മാരും പാപ്പാരൊക്കെ നല്ല ടാങ്കാണ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു. കുട്ടികൾ എന്താ ചോദിച്ചത്, അല്ലേ? അപ്പോൾ നിങ്ങൾ നല്ലതായതുകൊണ്ടല്ലേ കൈപോക്കിയത്. കാരണം കുട്ടിക്ക് കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ പോക്കി. അപ്പോൾ ടാങ്ക് നന്നായിരിക്കണം എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ നമ്മൾ നല്ല ടാങ്ക് ക്ലീൻ ആയിരിക്കണം. ടാങ്കിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുമ്പോൾ അതിനും കുഴപ്പം വരും, വെള്ളത്തിനും കുഴപ്പം വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ പല തൊഴിലുകൾ എടുക്കുന്ന ആളുകളാണ് നമ്മൾ, അല്ലേ? ഏതെങ്കിലും തൊഴിൽ ഒന്നും പഠിക്കാതെ നമുക്ക് ആ തൊഴിലിലേക്ക് ഒരു എക്സ്പീരിയൻസ് വേണ്ട, മുൻപരിചയം ഒന്നുമില്ലാതെ ആ തൊഴിലെടുക്കാൻ പറ്റിയ ഏതെങ്കിലും തൊഴിൽ നിങ്ങളുടെ പരിചയത്തിലുണ്ടാകും? ഒരു മുൻപരിചയം വേണ്ട, ഒന്നും വേണ്ട, എടുക്കാൻ പറ്റിയ ഏതെങ്കിലും തൊഴിൽ അടവിലുണ്ടാകും? ഭക്ഷണിക്ക് തൊഴിലല്ലല്ലോ, അല്ലേ? ഭക്ഷണിക്ക് തൊഴിലല്ലല്ലോ. അതന്നെ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടാണ്, അല്ലേ? ചെറുപ്പത്തിൽ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഏതെങ്കിലും തൊഴിലുണ്ട് നമുക്ക് പരിചയമുള്ള ഉണ്ടാ? എന്തെങ്കിലും പറയും. പരിചയമുണ്ടെങ്കിൽ പറ്റും, അല്ലെങ്കിൽ കുറേ പഠിക്കണം, അല്ലേ? പഠിച്ചിട്ടും എക്സ്പീരിയൻസും, അല്ലേ? 2 മിനിറ്റ് നമുക്ക് ചായ കുടിച്ചിട്ട്, അല്ലേ? ചായ എക്സ്പീരിയൻസ് ഇല്ലാത്ത ജോലിയിലെ അതിനൊക്കെ ആർക്കും പരിചയമില്ല. എന്തേ അങ്ങനെ ഒരു ജോലി ഉണ്ടോയെന്നുള്ളത് അന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും അങ്ങനത്തെ ഒരു പണി ഉണ്ടോ എന്ന്. നിങ്ങളെടുക്കുന്ന ഉമ്മയാകുക എന്നുള്ള പണി, ബാപ്പിയാകുക എന്നുള്ള പണി എവിടെയെങ്കിലും പോയി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഉമ്മയാകുന്നതിൻ്റെ മുമ്പോ ബാപ്പിയാകുന്നതിൻ്റെ മുമ്പോ ആ പണി എവിടെയെങ്കിലും പോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ കൈവക്കി പഠിച്ചിട്ടുണ്ടോ? നിങ്ങളില്ല പറഞ്ഞത് എന്താ? ജോലിയല്ലല്ലോ. ജോലിയല്ലേ? ബാപ്പിയാകാന്നുള്ളൊരു പണിയല്ല. അത് ജോലിയും പറയാൻ പറ്റില്ല. മറ്റേ പണിക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് കാട്ടിക്കൂട്ടിയാൽ മതി. ഇതിനാണ് മെയിനായിട്ടുള്ള പണി. പണി അല്ലേ? ആ ടാങ്ക് എപ്പോഴും ക്ലീൻ ആയിരിക്കണ്ടേ? പക്ഷെ അത് ജോലിയും കണക്കിടാൻ പാടില്ല. തൊഴിലേക്ക് പഠിച്ചിട്ടുണ്ട്. അതെന്തിനാണ് പഠിച്ചാൽ നമ്മൾ മുസ്ലിം ആകുന്നതിനെ കുറിച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത്, അല്ലേ? ശരിക്കൊരു മാതാവാകാൻ പോകുമ്പോൾ ഒരു മാതാവ് എങ്ങനെയാകണം, ഒരു പിതാവാകാൻ പോകുമ്പോൾ ഒരു പിതാവ് എങ്ങനെയായിരിക്കും, അല്ലേ? കൃത്യമായൊരു പഠനം വേണ്ടേ? നമ്മളൊരു വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാൾ വണ്ടി ഓടിച്ചു, പ്രശ്നം എന്താ പറ്റിയ?
ആർക്ക്? ഓടിച്ച ആൾക്കും പറ്റും, നിരപരാധികളുടെ നെഞ്ചത്തും കയറി പോകും എന്നുള്ള യാതൊരു സംശയം ഇല്ല. അറിയാത്ത ഏതൊരു പണിയെടുത്താലും അയാൾക്കും പ്രശ്നമാണ്, സമൂഹത്തിനും അത് പ്രശ്നം ചെയ്യും. അപ്പോൾ നമ്മൾ അറിയാത്തൊരു പണി, നമ്മുടെ മക്കളെ വളർത്തുക എന്നുള്ള പണി നമുക്ക് അറിയാതെ ചെയ്താൽ അത് നമുക്കും ദോഷമാണ്, സമുദായത്തിനും ദോഷമാണ്. അപ്പോൾ ഏതൊരു പണി, നമ്മൾ മറ്റേ പണിയൊക്കെ കുറഞ്ഞ കാലമൊക്കെ എടുത്താൽ മതി. ഇത് നമുക്ക് 50 വർഷം 60 വർഷം 70 വർഷം അല്ലേ? ഒരു പിതാവായിരിക്കും എത്ര വർഷമാണ്? അപ്പോൾ അത്രയും വർഷത്തെ പാരമ്പര്യത്തിൽ നമ്മൾ ചെയ്യുന്നൊരു തൊഴിലാകുമ്പോൾ അതിനനുസരിച്ചുള്ള പരിചയം, ഒരു മുൻപരിചയം നമുക്ക് എന്താകണം, ആ വിഷയത്തിൽ നമുക്ക് വേണം. അതറിയാതെ നമ്മൾ ചെയ്യുമ്പോൾ എന്തിന് പ്രശ്നം പറ്റും? കുട്ടിക്ക് പ്രശ്നം പറ്റും എന്നുള്ളത്. അപ്പോൾ അതിനാണ് നമ്മൾ സംസ്ഥാന കെയർ ഓഫിൽ തന്നെ പ്രീ മാരിറ്റൽ കോഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് 16 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾ, 21 വയസ്സായ ആൺകുട്ടികൾക്ക് കല്യാണത്തിൻ്റെ മുമ്പ് തന്നെ സർട്ടിഫിക്കറ്റോടുള്ള കോഴ്സാണ്. എന്നാണ് അവരെ പഠിപ്പിക്കുന്നത്? അവരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെ മനോഹരമാക്കാം, അല്ലേ? കല്യാണം കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസമാണ്, എത്ര മാസമാണ് സന്തോഷം ഉണ്ടാകുക? ആയുസ് കാലം, ആയുസ്. പറയാം, എത്ര മാസം ഉണ്ടാവും? എത്ര? അല്ലേ? അപ്പം അത് ജീവിതകാലം വരെയും ആ സന്തോഷം ഉണ്ടാകണം. അത് കുറഞ്ഞ മാസവും വർഷവും നിലനിൽക്കണ്ടല്ലോ. പിന്നെന്താ, ജീവിതാന്ത്യം വരെ ആ സന്തോഷം, ഈ ഒരു ആദ്യത്തെ അനുഭവം തന്നെ എവിടെ വരെ നിൽക്കണം? അവസാനം വരെ നിലനിൽക്കണം. അതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ? നമുക്ക് മക്കളുണ്ടാകുന്നതിൻ്റെ മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മക്കളുണ്ടാകാൻ പോകുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവർക്ക് ഓരോ വയസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണ ഉണ്ടാകണം. ഒരു പിതാവിനുണ്ടായിരിക്കണം, അമ്മക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മക്കൾ ആരായിത്തീരും? നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ആയിത്തീരും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എന്താണ്, കൃത്യമായ പഠനം നമ്മൾ നടത്തണം എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ കൃത്യമായി പഠിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്ത് ആ രൂപത്തിൽ നമ്മൾ വളർത്തുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ ടാങ്ക് ക്ലീനായി കഴിഞ്ഞാൽ വെള്ളം വരുന്നതായിരിക്കും, അപ്പോഴും നല്ല വെള്ളമായിരിക്കും. അപ്പോൾ പൈപ്പിലും കാര്യങ്ങൾക്കും എന്ത് പറ്റില്ല, പ്രശ്നങ്ങളെ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ രൂപത്തിൽ മനോഹരമായി നമ്മളെ മക്കളെ വളർത്തുന്നതിനെ സംബന്ധിച്ച് നമ്മൾ എന്താകണം, വിചാരപ്പെടുകയും വികാരപ്പെടുകയും മനസ്സിലാക്കണം. ഒരു കുട്ടിക്ക് എത്ര ജന്മമുണ്ട്? 4 ജന്മമുണ്ട്. നമുക്ക് എത്ര ജന്മ പരിചയമുള്ളത്, അല്ലേ? ഒന്നാമത്തെ ജന്മം കുട്ടി ജനിക്കുന്നത് 4-ാം മാസത്തിൽ ആ കുട്ടിക്ക് അല്ലാഹു തആല റൂഹിനെ പ്രവേശിപ്പിക്കും, ജീവനുണ്ടാവും. അപ്പോൾ അതോടുകൂടി ഉമ്മാൻ്റെയും അവൻ്റെയൊക്കെ എല്ലാം കുട്ടി അറിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഒന്നാമത്തെ തുടങ്ങുന്നത്. രണ്ടാമത്തെ നമുക്കൊക്കെ അറിയുന്ന പോലെ 10 മാസമായി കഴിഞ്ഞാൽ നമ്മൾ പ്രസവിക്കുന്ന രണ്ടാമത്തെ ജന്മം. 3-ഉം 4-ഉം ജന്മം കൂടി ആർക്കുണ്ടാകണം? കുട്ടിക്ക് ഉണ്ടാകണം. അപ്പോഴേ കുട്ടി ആരാകുള്ളൂ, യഥാർത്ഥ വളർച്ചയിലേക്ക് കുട്ടി എത്തുകയുള്ളൂ. ഏതാ 3-ഉം 4-ഉം ജന്മം? അത് മാനസികമായ ജന്മമാണ്. ഏതാണ്? മാനസികമാണ്. ഇപ്പം നമ്മൾ ചായ കുടിച്ചില്ലേ, അത് നമുക്ക് എന്തിൻ്റെ ജന്മമാണ്? ശാരീരികമായി നമുക്ക് ആവശ്യമാണ്. ഉച്ചയ്ക്ക് നമ്മൾ ചോറ് വയ്ക്കും, എന്തിനാണ്? ശരീരത്തിന് അത് ആവശ്യമാണ്. വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ക്ഷീണം പറ്റും, ഇല്ലേ? നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകും. അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതിയാണെങ്കിൽ ശരീരത്തിൻ്റെ ആവശ്യമാണ്. എന്നതുപോലെ നമ്മുടെ മനസ്സിന് നമ്മൾ എന്ത് കൊടുക്കണം? ഭക്ഷണം കൊടുക്കണം. ആ ഭക്ഷണം കൊടുത്തിട്ടെങ്കിൽ എന്തിന് പറ്റും? മാനസികമായ പ്രശ്നങ്ങൾ പറ്റും. അപ്പോൾ നമ്മുടെ കുട്ടി, ജനിക്കാത്തൊരു കുട്ടീനെ സംബന്ധിച്ച് വയറ്റിലുള്ള കുട്ടി അത് ചെയ്തില്ല അവനെ കുറ്റം പറയോ? ഇല്ല. എന്നതുപോലെ മാനസികമായ ജന്മം കിട്ടാത്തൊരു കുട്ടി, അതിൻ്റെ പേരിൽ ആ കുട്ടി എന്താകരുത്? പ്രശ്നങ്ങളെ അനുഭവിക്കരുത്. എന്താ മാനസികമായ ജന്മം പറഞ്ഞാൽ? കുട്ടിൻ്റെ മനസ്സിന് വേണ്ട സന്തോഷങ്ങൾ, സ്നേഹങ്ങൾ, തലോടലുകൾ, കരുതലുകൾ അത് വേണ്ട വിധം കുട്ടിക്ക് കൊടുക്കാൻ കഴിയണം. അപ്പം അത് കൊടുക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ, ഹൗലൈനി കാമിലൈനി നിങ്ങൾ എന്ത് കൊടുക്കണം? മുലപ്പാല് കൊടുക്കണം. എന്തിനാണ് മുലപ്പാൽ കൊടുക്കുന്നത്? മുലപ്പാലിൽ വലിയ ഔഷധ ഗുണങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കണം എന്നാണോ? അല്ല. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഹൗലൈനി കാമിലൈനി പറഞ്ഞത്, അതില്ലാത്ത ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, അനാഥരായ കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെ മുലപ്പാലില്ലാതെ എന്തായിട്ടുണ്ട്? നിലനിൽക്കുന്നുണ്ട്, ജീവിച്ചിട്ടുണ്ട്, നമ്മളെപ്പോലെ തന്നെ നമുക്കിടയിൽ കഴിയുന്നുണ്ട്. അപ്പം മുലപ്പാൽ ഔഷധ ഗുണത്തിനോ ജീവിതത്തിനോ മാത്രമല്ല, മറിച്ച് 2 വർഷം ഉമ്മയുടെ തലോടലുകളും കരുതലുകളും സ്നേഹങ്ങളും വേണ്ട വിധം കുട്ടിക്ക് എന്താകണം?
അനുഭവിക്കാൻ കഴിയണമെന്നുള്ളതാണ് ഹൗലൈനി കാമിൽ. മുലപ്പാലിൻ്റെ അപ്പുറത്ത് കുട്ടിക്ക് വേണ്ട തലോടലുകളും സ്നേഹങ്ങളും മാനസികമായ ജന്മം കൊടുക്കേണ്ട ഓരോ പ്രായമുണ്ട്. ആ പ്രായത്തിൽ ആ കുട്ടിക്ക് പ്രധാനപ്പെട്ടത് 2 വയസ്സ് വരെ, അതിൻ്റെ ശേഷം ശൈശവത്തിൽ, അതിൻ്റെ ശേഷം ബാല്യത്തിൽ, അതിൻ്റെ ശേഷം കൗമാരത്തിൽ. ഓരോ പ്രായത്തിലും എന്ത് ഭക്ഷണമാണോ കൊടുക്കേണ്ടത്, മാനസികമായ ജന്മമാണോ കൊടുക്കേണ്ടത്, അത് വളരെ വലിയ തോതിൽ ആ കുട്ടിക്ക് കൊടുക്കുമ്പോൾ മാത്രമേ ആ കുട്ടി ആരാകുള്ളൂ, നല്ല മാനസികമായ ജന്മമുള്ള നല്ല കുട്ടിയായി ആ കുട്ടി പരിവർത്തനപ്പെടുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുട്ടി ജനിക്കാത്ത കുട്ടിയായി സംഭവിക്കും. അപ്പോൾ അത് നല്ലതുപോലെ നമ്മളെന്താക്കണം, പരിപാലിച്ച് ആ കുട്ടിക്ക് അത് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എൻ്റെ വീട് നെന്മാറ ഭാഗത്താണ്, പാലക്കാട് നെന്മാറ. അവിടങ്ങളിലൊക്കെ കൂടുതൽ എന്താണ് കൃഷി, നെൽകൃഷിയാണ്, നെല്ലിൻ്റെ കൃഷിയാണ്. അതിൽ ചില സമയങ്ങളിൽ രാത്രി കർഷകർ അവർ നെല്ല് ആളുകൾ രാത്രി ഉറങ്ങാതെ പാടത്തേക്ക് വരും. എന്തിനു വേണ്ടി? കൃഷി നശിക്കാണ്ട് നോക്കണേന് വരുന്നുണ്ട്. അല്ലാതെയും എന്തിനാണ്? ഡാമിൽ വെള്ളം തുറന്നു വിടും. അത് കനാലിലൂടെ വന്ന് എവിടേക്ക് വരും? പാടത്തേക്ക് വരും. അപ്പോൾ നമ്മുടെ പാടത്ത് ആ സമയത്ത് വെള്ളം നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടി വെള്ളം തുറന്നു വിടാൻ വേണ്ടി തങ്ങളുടെ പാടത്ത് വെള്ളമുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിരിക്കാൻ വേണ്ടി അവർ വരും. അങ്ങനെ വെള്ളം തിരിച്ചു വിട്ട് വീട്ടിൽ പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ഉറങ്ങാതെ വീണ്ടും തിരിച്ചു വരും. എന്തിനാണ്? ഇവർ പോയ വഴിക്ക് അടുത്ത പാടത്തുകാരൻ വന്നിട്ട് ഇത് തുറന്നു വിടും. അത് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഈ പാടത്ത് എന്തായില്ല, വെള്ളം നിൽക്കില്ല. അത് തുറന്നു വിട്ടിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ഉറങ്ങാതെ വീണ്ടും വന്ന് നോക്കും. എന്തിനാ അങ്ങനെ ഉറങ്ങാതെ നോക്കുന്നത്? ആ സമയങ്ങളിൽ, അത്തരം ദിവസങ്ങളിൽ, വിത്ത് വിതച്ച് അത്തരം ദിവസങ്ങളിൽ ആ വെള്ളം ആ കൃഷിയിൽ നിന്നിട്ടില്ലെങ്കിൽ പിന്നെ ആ വിത്ത് കൊണ്ടിട്ടും കൃഷി കൊണ്ടിട്ടും എന്തില്ല, യാതൊരു ഉപകാരവും ലഭിക്കില്ല എന്നതാണ് പ്രശ്നം. എന്നതുപോലെ നമ്മുടെ കുട്ടി ജനിക്കുന്നതിൻ്റെ മുമ്പും ആ ജനിച്ച് 2 വയസ്സാകുമ്പോഴൊക്കെ ആ കുട്ടിയുടെ മനസ്സിലേക്ക് പകരേണ്ടുന്ന ആശ്വാസവും സ്നേഹവും എത്രത്തോളം നമ്മളതിന് കൊടുക്കാൻ പറ്റുമോ അത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താവും, പിന്നീട് അനുഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് വേണ്ട വിധത്തിൽ ആ കുട്ടിക്ക് മാനസികമായ ജന്മം കൊടുക്കാനുള്ള എല്ലാ തരത്തിലും നമ്മൾ അറിയുകയും അതിനനുസരിച്ച് ആ കുട്ടിയെ പാകപ്പെടുത്തുകയും ചെയ്യണം. നിങ്ങൾ യാത്ര ചെയ്യണം. യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഹോട്ടലുണ്ട്, വലിയ ഹോട്ടൽ. ആ ഹോട്ടലിൻ്റെ മുമ്പിൽ വേസ്റ്റൊക്കെ ഇടുന്ന വേസ്റ്റ് ബോക്സ് ഉണ്ട്. ആ വേസ്റ്റ് ബോക്സ് കൊണ്ടിട്ടിരിക്കുന്നതായ വേസ്റ്റ് എടുത്ത് ഒരാൾ ഭക്ഷണം കഴിക്കണം. ആ വേസ്റ്റിൽ നിന്ന് എടുത്ത് ഒരു ലജ്ജയും കൂടാതെ ഒരു അറപ്പും കൂടാതെ ആ വേസ്റ്റ് ബോക്സിൽ നിന്ന് ഭക്ഷണം എടുത്ത് ഒരാൾ കഴിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് എന്താ തോന്നുക? നിങ്ങൾക്ക് തോന്നും? വിഷമം തോന്നും. പിന്നെ ഒന്നും തോന്നില്ല, ചെറിയ വിഷമം തോന്നും. കേട്ടോ, എന്താ തോന്നും? ഇത് കിട്ടാണ്ട് കുറേ ആൾക്കാരുണ്ടെന്ന് അറിയില്ല. കുറേ ആൾക്കാർ അങ്ങനത്തെ ഉണ്ടെന്ന് നമ്മളറിയില്ലേ, മനസ്സിലാക്കും. പിന്നെ വേറെ മറുപടി ഒന്നുമില്ല. ഭക്ഷണത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കും. പിന്നെ തൊട്ടടുത്ത് ഹോട്ടലുണ്ട് ഇല്ലേ? ആ ഹോട്ടലിൽ ചെന്ന് നല്ലതുപോലെ നല്ല ഭക്ഷണം അയാൾക്ക് വാങ്ങി തിന്നൂടെ നിങ്ങൾക്കാർക്കും തോന്നില്ലേ? തോന്നോ? നിങ്ങൾക്കാർക്കും എന്താ തോന്നാത്തത്? പൈസ ഉണ്ടാവില്ല. ആ, നിങ്ങൾക്കത് തോന്നാത്ത എന്തുകൊണ്ടാണ്? അയാൾ ഈ പണിക്ക് നിൽക്കുന്നത് തന്നെ പൈസ ഇല്ലാത്ത കൊണ്ടാണ് അയാൾ ഈ പണിക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ചിന്ത പോകുന്നേ ഇല്ല അല്ലേ? എന്ത് ഹോട്ടലിൽ ചെന്ന് അയാൾ നല്ലപോലെ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് നമ്മുടെ മനസ്സിൽ ആർക്കും എന്ത് പോകുന്നില്ല, ചിന്ത പോകുന്നില്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരു പ്രാപ്തിയുള്ള ഒരാളാണെങ്കിൽ ഈ പണിക്ക് അയാൾ നിൽക്കില്ല എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം എന്നതുകൊണ്ടാണ് നമ്മുടെ ചിന്ത അവിടേക്ക് പോകാത്തത്. ആ മനുഷ്യനെ എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നത്, വളരെ മോശമല്ലേ നമുക്ക് തോന്നുമോ? ഇല്ല, അതും നമുക്ക് തോന്നില്ല. എന്തുകൊണ്ട്? അയാൾ ആ പരിതാപകരമായ അവസ്ഥയിലാണെന്നുള്ള തിരിച്ചറിവാർക്കുണ്ട്, നമുക്ക് ഉണ്ട്. അതിൽ അയാളെ കുറ്റപ്പെടുത്താൻ നമ്മൾ ആരെങ്കിലും ശ്രമിക്കോ? ഇല്ല. അയാൾക്ക് ആവുന്ന വിധത്തിൽ നിങ്ങൾ സഹായിക്കാതെ നമുക്ക് മനസ്സിലാക്കുക ചെയ്യുന്നതിനപ്പുറത്ത് ആ മനുഷ്യനൊരു കുറ്റക്കാരനാണ്, അത്രയും മോശപ്പെട്ട പണി ചെയ്യുന്ന ആളാണ് നമുക്ക് ആർക്കും തോന്നോ? ഇല്ല. കാരണം അയാളെ നിർബന്ധിതനാക്കിയതാണ് ഈ പരിപാടിക്ക്. കാരണം ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ശരീരത്തിൻ്റെ ഭക്ഷണം ആവശ്യമാണ്. അപ്പോൾ അയാൾ ഏത് മോശപ്പെട്ട വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും അത് തിന്നാൻ പര്യാപ്തമായ അവസ്ഥയിലാണ് ആ മനുഷ്യനുള്ളതെന്ന തിരിച്ചറിവാർക്കുണ്ട്, നമുക്കുണ്ട്. എന്നതുപോലെ നമ്മുടെ മക്കൾ മാനസികമായി നമ്മളവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുമ്പോൾ ഏത് മോശപ്പെട്ട ഭക്ഷണം അവർ
എന്താവും? തേടി പോകും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാതാകുമ്പോൾ എവിടെയാണോ സ്നേഹം കിട്ടിയത് അത് നമ്മൾ ഇങ്ങനെ വളർത്തിയതാണ്, ഇത്ര സൗകര്യത്തിൽ വളർത്തിയതാണ് എന്നതൊന്നും അവർക്ക് എന്തല്ല, പ്രശ്നമല്ല. അല്ലേ? ഞാൻ ആ കുട്ടിക്ക് എനിക്ക് അത് മേടിച്ചു കൊടുത്തു, ഇത് വാങ്ങിക്കൊടുത്തു, അത്രയൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തു, എന്നിട്ടും അവൻ അങ്ങനെ ചെയ്തു, അവൾ അങ്ങനെ ചെയ്തു എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഈ മാനസികമായ ജന്മം നമ്മൾ കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് കൊടുക്കാൻ അങ്ങാടി ഇഷ്ടംപോലെ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്, കസ്റ്റമറെ പിടിക്കാൻ വേണ്ടി. ഇത് കിട്ടാത്ത ആളുകൾക്ക് എങ്ങനെയാണ് ആ മാനസികമായ ജന്മം കൊടുക്കാമെന്ന് അവർ പഠിച്ചു വെച്ചിട്ടുണ്ട്. അവരത് അങ്ങാടിയിൽ നിന്ന് വിതരണം ചെയ്യുമ്പോൾ ഇവരെന്താവും? അതുപോലെ സ്വാംശീകരിക്കും. അത് ഈ കുട്ടിൻ്റെ കുഴപ്പമാണോ? ഈ കുട്ടിക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? ഇവിടെ നിന്ന് ആ ഭക്ഷണം കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ അങ്ങനെ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ, മറ്റൊരാളുടെ സ്നേഹം വലുതാണ്, അത് വാല്യാണ്, അതിനെ ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള തോന്നൽ എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ അടുക്കൽ ആ ഭക്ഷണത്തിൻ്റെ കുറവ് അനുഭവപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ഭക്ഷണം വേണ്ട വിധം നമ്മുടെ വീടുകളിൽ നിന്ന് സുഭിക്ഷമായി അത് കിട്ടിയാൽ അപ്പുറത്ത് എത്ര വലിയ ഭക്ഷണം കണ്ടാലും എന്താവില്ല, ആർത്തി അനുഭവപ്പെടുകയില്ല, അതിലേക്ക് ചെന്ന് ചാടുകയുമില്ല. അതുകൊണ്ട് ആ വ്യക്തിയെ കുറ്റം പറയുന്നതിനപ്പുറത്ത് ആ വ്യക്തിക്ക് എവിടെ നിന്നാണോ നല്ല ഭക്ഷണം കിട്ടേണ്ടത് അവിടെ നിന്ന് കൊടുക്കാൻ ആർക്ക് കഴിയണം? നമുക്ക് കഴിയണം. അതാണ് മാനസികമായ ജന്മം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ കുട്ടിക്ക് മാനസികമായ ജന്മം, തലോടുകൾ, സ്നേഹം, അത് ഈ ഓരോ പ്രായത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയത് നമുക്കൊക്കെയും അത് ആവശ്യമാണ്. പക്ഷെ നമ്മൾ കുറച്ചൊക്കെ വലുതാകുമ്പോൾ അത് നമ്മൾ മാനേജ് ചെയ്ത് പോകുന്നു മാത്രം. നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഉച്ചയ്ക്കലോ രാവിലെ ഒന്നും ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലേ? എന്നാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അത് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടല്ല, സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട്. എന്നതുപോലെ നമുക്ക് കുറച്ച് മാനസികമായ ഭക്ഷണത്തിൻ്റെ കുറവൊക്കെ കുറച്ച് അനുഭവപ്പെട്ടാലും നമ്മൾ പിടിച്ചു നിൽക്കുന്നത് നമ്മൾ അത്രയും വളർന്നത് കൊണ്ടാണ്. അപ്പോൾ അത് തീരെ ലഭിക്കാത്ത ഒരാളാകുമ്പോൾ അത് എവിടെ നിന്നാണെങ്കിലും തേടിപ്പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് എപ്പോഴും മാനസികമായ സൈക്കോളജിക്കൽ ബർത്ത്, ആ മാനസികമായ ജന്മം എപ്പോഴും കൊടുക്കാൻ എന്താകണം? നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് വിചാരപ്പെട്ടത് കൊണ്ട് മാത്രമല്ല, മറിച്ച് സ്നേഹിക്കുന്നതിനുള്ള തോന്നൽ അവർക്ക് അനുഭവപ്പെടുക കൂടി ചെയ്യേണ്ടത് വളരെ അനുഭവ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എന്താകണം? എത്തിച്ചേരുകയും വേണം. അങ്ങനെ എത്തിച്ചേരുമ്പോൾ മാത്രമേ മാനസികമായ ഭക്ഷണം ആ കുട്ടിക്ക് ചെറുപ്പത്തിൽ അത് കൊടുക്കുന്നത് എത്രത്തോളം വലുതാകുമോ അത്രത്തോളം വലുതാകുന്നതിന് കുട്ടിയെ പ്രാപ്തമാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തോമസ് ആൽവ എഡിസൺ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലേ? 1845 ജനിച്ച മനുഷ്യനാണ്. 150 വർഷം, അല്ലെ? എത്ര വർഷം? അല്ലെ? 900 ആക്കായില്ലേ? 150 വർഷങ്ങൾ കഴിയുമ്പോഴും ഈ തോമസ് ആൽവ എഡിസൺ എന്നുള്ള പേര് കേട്ട ആളുകൾ നമുക്കിടയിൽ പല ആളുകളും ഉണ്ട്. എന്താണ് ഈ 150 വർഷം കഴിഞ്ഞതിന് ശേഷവും ഈ മനുഷ്യനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പരിചയമായത് എന്തുകൊണ്ടാണ്? ബൾബ് കണ്ടുപിടിച്ചതുകൊണ്ട്. ബൾബ് കണ്ടുപിടിച്ച അവസ്ഥയിലേക്ക് അയാളെ പരിചയപ്പെട്ട് ആയിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങളുടെ ഉയർന്ന ശാസ്ത്രജ്ഞനിലേക്ക് അയാൾ എത്തിയതും നമ്മൾ പരിചയപ്പെടാനുള്ള കാരണം അയാളുടെ അമ്മയാണ്. സ്കൂളിൽ കേവലം 12 ആഴ്ച മാത്രം പഠിച്ച ആളാണ് ആര്? തോമസ് ആൽവ എഡിസൺ. 12 ആഴ്ച സ്കൂളിലേക്ക് പോയ ആ കുട്ടിയുടെ കൈവശം ഒരു ദിവസം തൻ്റെ ടീച്ചർ ഒരു എഴുതി കൊടുത്തു. കുട്ടിയുടെ കൈവശം കൊടുത്തിട്ട് പറഞ്ഞത് നിൻ്റെ അമ്മയുടെ കൈവശം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കത്തുമായി തൻ്റെ അമ്മയെ സമീപിച്ച് ടീച്ചർ തന്ന കത്ത് ഏൽപ്പിച്ചു. ആ കത്ത് കണ്ട് വായിച്ച തോമസ് ആൽവ എഡിസന്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകി. ആ മനസ്സുകൾ വിങ്ങിപ്പൊട്ടി, മുഖം വിവർണമായി. ഇത് കണ്ട് കൊച്ചുകുട്ടിയായ തോമസ് ആൽവ എഡിസൺ തൻ്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ വിഹോലപ്പെട്ട് വെക്കാളപ്പെട്ടും അമ്മയുടെ സമീപത്തിൽ നിന്ന് ചോദിച്ചു, എന്തു പറ്റി അമ്മേ എന്ന് ചോദിച്ചു. തൻ്റെ മനോഗതി വീണ്ടെടുത്ത താൻ ആ ഒരു അപജയത്തിലേക്ക് പോയ അമ്മ തൻ്റെ സംയമനം വീണ്ടെടുത്തുകൊണ്ട് ആ കത്തിലെ വാചകങ്ങൾ തൻ്റെ മകനോട് വായിച്ചു കേൾപ്പിച്ചു. തങ്ങളുടെ മകൻ തോമസ് ആൽവ എഡിസൺ വളരെ വലിയ പ്രതിഭയായ കുട്ടിയാണ്. അവനെ പഠിപ്പിക്കാൻ മാത്രം ഉന്നതരായ അധ്യാപകരും ഞങ്ങളുടെ വിദ്യാലയത്തിലെ സൗകര്യങ്ങളും പരിമിതമാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ ഇനി മുതൽ സ്കൂളിലേക്ക് പറഞ്ഞയക്കേണ്ടതില്ല. നിങ്ങൾ വീട്ടിലിരുന്ന് അവനെ നിങ്ങൾ തന്നെ പഠിപ്പിക്കണം എന്നാണ് ആ കത്തിലെ വാചകങ്ങൾ അമ്മ വായിച്ചു കേൾപ്പിക്കുന്നത്. അന്ന് മുതൽ പഠനം എവിടെയായി? തൻ്റെ അമ്മയുടെ കൂടെയാണ് പഠിച്ചത്.
അങ്ങനെ ആ അമ്മയുടെ കൂടെ പഠിച്ച് പഠിച്ച് ഉയർന്ന് 30 വയസ്സാകുമ്പോൾ തൻ്റെ അമ്മ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. പിന്നീട് കണ്ടുപിടുത്തങ്ങളുടെ ആയിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങളുടെ അപ്പോസ്തലനായി ശാസ്ത്രലോകത്ത് വിസ്മരിക്കപ്പെടാത്തൊരു പേരായി നമുക്കിടയിൽ 150 വർഷം കഴിയുമ്പോഴും നമ്മൾ ഉച്ചരിക്കുന്ന പേരായി ആര് മാറി? തോമസ് ആൽവാ എഡിസൺ മാറി. അങ്ങനെ തൻ്റെ പഴയ അലമാര ഇങ്ങനെ പരിശോധിക്കുന്നതിനിടയിൽ തൻ്റെ ടീച്ചർ തനിക്ക് നൽകിയതായ ആ കത്ത് തോമസ് ആൽവാ എഡിസന്റെ കയ്യിൽ കിട്ടി. ആ കത്ത് കയ്യിൽ കിട്ടിയപ്പോൾ തനിക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ടീച്ചർ നൽകിയ കത്താണ് എന്ന് തോമസ് ആൽവാ എഡിസൺ തിരിച്ചറിഞ്ഞു. ആ കത്ത് നോക്കി തോമസ് ആൽവാ എഡിസൺ വായിച്ചു. എന്താണ് ആ കത്തിലെ വാചകങ്ങൾ? നിങ്ങളുടെ മകൻ തോമസ് ആൽവാ എഡിസൺ ഒരു മാനസിക രോഗിയായ കുട്ടിയാണ്. അവൻ മന്ദബുദ്ധിയായ കുട്ടിയാണ്. അവനെ ഞങ്ങളുടെ ഈ നിലവാരമുള്ള സ്കൂളിൽ പഠിപ്പിക്കാൻ കഴിയില്ല. ആയതുകൊണ്ട് നിങ്ങളിനെ അവനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കേണ്ടതില്ല എന്നതാണ് ഏതിലെ വാചകങ്ങൾ? കത്തിലെ വാചകങ്ങൾ. ഇത് തിരിച്ചറിഞ്ഞ തോമസ് ആൽവാ എഡിസൺ തൻ്റെ അമ്മ തനിക്ക് വായിച്ചു നൽകിയ ആ കരുത്തിൽ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞിരുന്നു. ഒരമ്മയുടെ വാക്ക് തോമസ് ആൽവാ എഡിസനെ കേവലം ഒരു വാക്ക് എവിടേക്ക് എത്തിച്ചു എന്നത് നാം ആലോചിക്കണം. അപ്പോൾ മാനസിക രോഗിയോ മന്ദബുദ്ധിയോ എന്നതല്ല പ്രധാനം. നിങ്ങൾ ആ കുട്ടിയുടെ മനസ്സിലേക്ക് കൊത്തിവെക്കുന്ന ചിന്തകൾ, നിങ്ങളാകുന്ന ഉമ്മ, നിങ്ങളാകുന്ന പിതാവ് ആ കുട്ടിയിലേക്ക് ചൊലുത്തി വെക്കുന്ന ഒരു വാക്ക്, അതിൻ്റെ സ്വാധീനം എത്രത്തോളം വലുതാണ് എന്നതാണ് ഈ 150 വർഷം കഴിയുമ്പോഴും തോമസ് ആൽവാ എഡിസന്റെ വാക്കുകൾ നമ്മെ വിസ്മരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നൽകുന്ന ഓരോ ഭക്ഷണങ്ങളും മാനസികമായ ഭക്ഷണം അത്രത്തിൽ പ്രചോദനപരമായിരിക്കണം. അതിൽ നിങ്ങളിൽ നല്ല മാതൃകയുണ്ട് എന്നതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. നിങ്ങളുടെ മക്കൾ നല്ലതാണ് എന്ന് എപ്പോഴും പറയാൻ ആർക്ക് കഴിയണം? നിങ്ങൾക്ക് കഴിയണം, നമുക്ക് കഴിയണം. നമ്മുടെ കുട്ടികളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നും അവരുടെ പ്രശ്നമല്ല, മറിച്ച് നമ്മളിലൂടെ വന്നിട്ടുള്ള പ്രശ്നമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. 500 രൂപയുടെ നോട്ട് ചളിയിൽ വീഴുമ്പോൾ, അല്ലെങ്കിൽ അത് മോശപ്പെട്ടവരിലേക്ക് വീഴുമ്പോൾ അതവിടെ കിടന്നോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അത് എടുത്ത് കഴുകി നമ്മൾ വീണ്ടും ഉപയോഗിക്കും. കാരണം 500ൻ്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയുന്നു എന്നതാണ്. എന്നതുപോലെ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് 500ഉം 5000ഉമല്ല, കോടാനക്കോടി വിലമതിക്കുന്ന നമ്മുടെ അമൂല്യമായ സമ്പത്താണ്. അവൻ ചില ചളികളിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള തലത്തിലേക്ക് വീഴുമ്പോൾ അവനെ നന്നാക്കിയെടുത്ത് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടത് നമ്മുടെ കടമയാണ്, കടപ്പാടാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അത്തരത്തിൽ നമ്മുടെ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന മോട്ടിവേഷൻ, നമ്മൾ കൊടുക്കുന്ന പ്രചോദനം, അതാണ് നമ്മുടെ കുട്ടിയെ വളരാൻ അത്തരത്തിൽ പ്രയോഗവൽക്കരിക്കുന്നത്. നമ്മുടെ മക്കളൊക്കെ പ്രശ്നക്കാരായി മാറുന്നുണ്ട് അല്ലേ? എത്ര വയസ്സാകുമ്പോഴാണ് പ്രശ്നക്കാരാകുന്നത്? നിങ്ങളുടെ കുട്ടികളെ അനുസരണക്കാരൊക്കെ കാണിക്കുന്നത് എത്ര വയസ്സാകുമ്പോഴാണ്? ഇപ്പൊ 5-6 വയസ്സാകുമ്പോൾ തുടങ്ങും. 5-6 വയസ്സിലെ തുടങ്ങുന്നില്ല. 5 അല്ലേ? കൂടുതൽ 10 വയസ്സൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ പിടുത്തം കിട്ടാത്ത തരത്തിലേക്ക് അല്ലേ? 10 വയസ്സൊക്കെ വരെ എങ്ങനെയെങ്കിലൊക്കെ ഇതാകുന്നുണ്ട്. 10 വയസ്സ് കഴിഞ്ഞാലാണ് പ്രശ്നങ്ങൾ ഇതാകുന്നത്. അപ്പോൾ അവർ ഏത് പ്രായത്തിലേക്ക് കിടക്കണം? കൗമാരത്തിലേക്ക് കിടക്കണം അല്ലേ? അവിടെ ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് കിടക്കുന്ന പ്രായമാണ് ഏത്? ആ പ്രായം അല്ലേ? 10 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കൂടുതൽ ആയതുകൊണ്ടിട്ട് അതിൻ്റെ പ്രായത്തിലൊക്കെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ടാകും. കൗമാരക്കാർക്കാണ് കൂടുതൽ പ്രശ്നം. നിങ്ങൾ കുട്ടികളെ ഉപദേശിക്കാറുണ്ടോ? ഉപദേശിക്കുന്നവരൊക്കെ ഒന്ന് നീച്ച് കൈകൊത്തി. കുട്ടികളെ ഉപദേശിക്കുന്ന ആളുകൾ അല്ലേ? കൈതാത്തി. ഇന്ന് മുതൽ ഉപദേശം നിർത്തണം. അതോടുകൂടി നമ്മളെ മക്കളെന്താവും? നന്നായിട്ട് ഇരിക്കുന്നതാണ്. ഇന്ന് മുതൽ നമ്മുടെ കുട്ടികളെ ഉപദേശിക്കുന്ന പണിയെ നിങ്ങൾ അവസാനിപ്പിക്കണം. ഞാൻ ഇന്ന് റേഡിയോ ക്രിസ്താന്മാർക്ക് ക്ലാസ് എടുത്തിട്ടാണ് വരുന്നത്. അപ്പം അവിടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇന്ന് മുതൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് നിർത്തണം എന്നാണ് പറഞ്ഞത്. നിങ്ങളോടോ? ഉപദേശം നിർത്തണം. ഈ ഉസ്താദിന് വേറെ പണിയില്ലേ? ആകെ പഠിപ്പിക്കാനും ഉപദേശിക്കാനാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഈ 2 പണിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് പണിയാണ് അല്ലേ? ആണ് അല്ലേ? ഉപദേശം നമ്മൾ നിർത്തണം എന്നുള്ളത്. നമ്മുടെ കൗമാരക്കാർ, നിങ്ങളുടെ വീട്ടിലൊരു മാവുണ്ട്. ആ മാവിൽ നിങ്ങൾ മാങ്ങ പറിക്കാൻ ഒരു തോട്ടിയുണ്ട് നിങ്ങൾക്ക് അല്ലേ? ഒരു മരത്തിൻ്റെ ഒരു തോട്ടിയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്താവും? മാങ്ങ വലുതാകുമ്പോൾ പഴുക്കുമ്പോൾ അത് വലിക്കലുണ്ട്. തൊട്ടപ്പുറത്ത് നിങ്ങൾ തെങ്ങ് വെച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തെങ്ങ് വലുതായി തേങ്ങ കഴിച്ചു
അല്ലേ? തേങ്ങ മൂത്തു. അപ്പോൾ നിങ്ങൾ ഈ തോട്ടി കൊണ്ടുപോയിട്ട് ആ തേങ്ങ വലിക്കാൻ നോക്കുകയാണ്, കിട്ടുന്നില്ല. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? തെങ്ങ് വലുതായ പ്രശ്നം ഉണ്ടാകും. അല്ലെങ്കിൽ വലിക്കുമ്പോൾ എന്ത് പൊട്ടിപ്പോവും? തോട്ടി പൊട്ടിപ്പോവും. അപ്പം നിങ്ങൾ തെങ്ങിനോടും തേങ്ങനോടും ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, അതിന് കുറച്ച് ഉപദേശം കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? തോട്ടി കൊണ്ട് വലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മരത്തിന്റെ തോട്ടി ഇതിനെ പറ്റില്ല, പല അരിവാളും കാര്യങ്ങളൊക്കെ അതിനെ പിടിപ്പിച്ച് തോട്ടി മാറ്റണം, അല്ലേ? അല്ലെ നമ്മൾ ചെയ്യാം. അല്ലെങ്കിൽ തെങ്ങിനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, ഇത് പറഞ്ഞാൽ കേൾക്കാത്ത തെങ്ങാണ് കൊണ്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ പ്രശ്നമായിരിക്കാം നമുക്കാണ്. മാങ്ങ പറിക്കുന്ന തോട്ടി കൊണ്ട് തന്നെ തേങ്ങയും പറിക്കാൻ ശ്രമിച്ചാൽ നമ്മളാണ് ആര് വിഡ്ഢിത്തരം ചെയ്തിരിക്കുന്നത്. അവിടെ തോട്ടി മാറ്റുക എന്നുള്ളതാണ് പ്രായോഗിക പരിഹാരം. എന്നതുപോലെ 10 വയസ്സ് വരെ നിങ്ങളുടെ കുട്ടി കണ്ണ് തുറപ്പിച്ചപ്പോൾ അങ്ങോട്ട് നോക്കിയപ്പോഴൊക്കെ അനുസരിച്ചു കൗമാരക്കാരനെയും ആ തോട്ടി ഉപയോഗിച്ചിട്ട് തന്നെ ആയാലും എന്താവും? പ്രശ്നം പറ്റും, തോട്ടി പൊട്ടിപ്പോകും. അതിന് കുട്ടിനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, തോട്ടി മാറ്റുകയാണ് വേണ്ടത്. എങ്ങനെ തോട്ടി മാറ്റുക? അതിനാണ് ഞാൻ പറഞ്ഞത് നിർത്തണം, ഉപദേശം നിർത്തണം അല്ലേ? ആ സമയത്ത് കൗമാരക്കാരൻ എന്ന് പറയുന്നത് അവൻ വളർന്ന് ഞാൻ ഉമ്മാൻ്റെ അത്ര തന്നെ ആയി എന്നതാണ് അവളുടെ വിചാരം. കുട്ടിയുടെ വിചാരം ഉപ്പാനെ പോലെ വീശ വരാൻ എനിക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കുട്ടി വിചാരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞമായിരിക്കും എന്താകണ്ട, ഇനി പറയാൻ നിൽക്കണ്ട, ഞാൻ നിങ്ങളെ പോലെ ആരായിട്ടുണ്ട്, കുറച്ച് വലിയ ആളായിട്ടുണ്ട് എന്നാണ് അവരുടെ. അത് നമ്മൾ വകവെച്ച് കൊടുക്കണം എന്നുള്ളത്, അല്ലേ? വലുതായിട്ടുണ്ട് എന്നുള്ള ആ കാര്യം നമ്മൾ വകവെച്ച് കൊടുക്കണം. അവൻ ആ രൂപത്തിലേക്ക് കൗമാരക്കാരെന്താകണം, നമ്മൾ വകവെച്ച് കൊടുത്ത് അവൻ്റെ വ്യക്തിത്വത്തെ നമ്മൾ അംഗീകരിക്കണം. ആ വ്യക്തിത്വത്തെ എങ്ങനെയാണ് നമ്മൾ അംഗീകരിക്കാം? ദിവസവും അവനോട് നമ്മൾ ഈ ഉപദേശിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത, ഉമ്മാക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ പ്രശ്നമാണ്, വാപ്പാക്ക് എന്നോട് വൈരാഗ്യാണ്, ഈ ചിന്തയാണ് അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അവനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ എന്താക്കണം? ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെ ഉണ്ടാക്കണം? അവനെ സ്നേഹിക്കുന്ന തോന്നൽ ഉണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കണം? നിങ്ങൾ എല്ലാ ദിവസവും ആ കുഞ്ഞിന്റെ മുഖത്തേക്ക്, കണ്ണിലേക്കൊന്ന് നോക്കണം. എങ്ങനെ നോക്കണം? സ്നേഹത്തോടെ നോക്കണം. ഞാൻ നോക്കണം, എന്തെങ്കിലും ഇവൻ അനുസരിക്കണം, ഇവൻ അത് ചെയ്യണം, ആ ഉദ്ദേശമല്ല. പിന്നെ ആത്മാർത്ഥമായ ആ കുഞ്ഞിനെ സ്നേഹത്തോടെ കണ്ണിലേക്കൊന്ന് നോക്കണം. അവനൊന്ന് ചേർത്ത് പിടിക്കണം. അവൻ്റെ തലയിലോ മുഖത്തോ ഒരു ചുംബനം നൽകണം. അവൻ്റെ അന്നത്തെ വിശേഷങ്ങൾ അവനോട് തലയൊക്കെ ഒന്നിതാക്കി കൊടുത്ത് അവനോട് അന്വേഷിക്കണം. ഇതെത്ര ദിവസം ചെയ്യണം? എല്ലാ ദിവസവും. ഞാൻ ഈ പറഞ്ഞ പണി എത്ര മണിക്കൂർ വേണ്ടി വരും? ഈ പണി ചെയ്യാൻ എത്ര മണിക്കൂർ വേണം? സെക്കൻഡ്സ്. 10 മിനിറ്റോ? സെക്കൻഡ്സ്, ഒരു 5-10 സെക്കൻഡ്. 10 മിനിറ്റിന്റെ പരിപാടിയുള്ളൂ. എത്ര മണിക്കൂർ പരിപാടിയാ? 10 സെക്കൻഡ്. 10 മിനിറ്റ്. 1 മിനിറ്റിന്റെ താഴെയുള്ള പരിപാടി ചെയ്യാൻ പറ്റിയല്ലേ? 10 മിനിറ്റ് 10 മണിക്കൂറൊക്കെ വേണം. ഈ 1 സെക്കൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് വല്ല കരിയറുണ്ടാ? ഇത് നമ്മൾ ചെയ്യണം. ഇതെന്ത് ഭക്ഷണമാണ്? മാനസികമായ ഭക്ഷണം. നമ്മൾ ചെറുപ്പത്ത് വളരെയധികം കൊടുക്കണം. കൗമാരക്കാരാകുമ്പോൾ പ്രത്യേകിച്ച് കൊടുക്കണം. ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടാകണം. കൊടുത്ത് അവനൊന്ന് ചേർത്ത് പിടിക്കാനും ആ രീതിയിൽ കൊടുക്കാൻ ഒന്നും അവനോട് പറയും. ഈ രീതിയിൽ മാത്രം ഒന്ന് ചെയ്താൽ തന്നെ എന്താവും? ആ ഒരു നല്ലൊരു ബന്ധം കുട്ടിയുമായിട്ട് ഉണ്ടാകും. നിങ്ങൾ കുട്ടിനെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് സാധാരണ അവൻ വരാറുണ്ട്, ബാഗ് വെക്കാറുണ്ട്, ഉമ്മാനെ തിരഞ്ഞൊക്കെ വരാറുണ്ട്, ഇല്ലേ? നിങ്ങൾ ആ സമയത്തൊന്ന് 1 മിനിറ്റിന്റെ സമയം, 1/2 മിനിറ്റിന്റെ സമയമുള്ളൂ. ഉമ്മ വരുന്ന ആ കുഞ്ഞ് വരുന്ന സമയത്ത് അവനൊന്ന് കാണാൻ ആ ഒരു താല്പര്യത്തോടെ ഒന്ന് ചെന്ന് അവനൊന്ന് സ്വീകരിക്കണം. ശരി, അപ്പം വന്നു കയറേണ്ട, അവനിക്കും പ്രശ്നമില്ല, നമുക്കൊന്നും പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വലിയ ബിസിനസ്. ആ
ആ സമയത്ത് ഓടി എന്ത് പണിയിലാണെങ്കിലും ആ പണിയിൽ നിന്ന് ഓടി വന്ന് അവനൊന്ന് ചേർത്ത് പിടിച്ച് വീട്ടിലേക്ക് കൂട്ടുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്നൊരു മാനസിക താല്പര്യം. നമ്മുടെ കുഞ്ഞു മദ്രസയിൽ നിന്ന് വന്നിരിക്കണം, പരീക്ഷ പേപ്പർ കിട്ടിയമ്മ 10ൽ 8 മാർക്കുണ്ട്. 10ൽ എത്ര മാർക്കുണ്ട്? 10ൽ എത്ര മാർക്കുണ്ട്? 8 മാർക്കുണ്ട്. നിങ്ങൾ ആ കുട്ടിയെ എങ്ങനെ സമീപിക്കുക? അമ്മ എനിക്ക് 10ൽ 8 മാർക്ക് കിട്ടി വന്ന് ഓടി വന്ന കുട്ടീനെ ഞങ്ങളെങ്ങനെ സമീപിക്കാം? ഒരു രക്ഷിതാവ് അങ്ങനെ ചോദിക്കും, എന്തേ 10 കിട്ടായെന്ന് ചോദിക്കും. പിന്നെ കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നോക്കാം, അടുത്ത പ്രാവശ്യം നമുക്ക് കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നോക്കാം. പിന്നെ 2 മറുപടി. പിന്നെ പറയും ചിലവർ പറയും 8 കിട്ടിയല്ലോ, അവിടെ പോയി 3ാമത്തത്. പിന്നെ എട്ടെങ്കിൽ കിട്ടിയല്ലോ എന്ന് ചിലവർ. അതാണ് അവിടുത്തെ പോയത്. 4 തരത്തിലുള്ള രക്ഷിതാക്കൾ അവിടെ കണ്ടില്ലേ? ആ 8നൊന്ന് അംഗീകരിക്കാനുള്ള മനസ്സ് വലുതാക്കുക എന്നതാണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ കുട്ടി 8 മാർക്ക് മേടിച്ചല്ലോ എന്ന ആ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ 4നും മറുപടി അടുത്ത പരീക്ഷയിൽ ഉണ്ടാവും. നിങ്ങൾ ഈ പറഞ്ഞതല്ലാതെ മറ്റുള്ള 3ഉം മറുപടിയാണെങ്കിൽ അടുത്ത പരീക്ഷയിൽ 8 4 3 ശരി. കിട്ടിയതിനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും അല്ലേ? നിങ്ങൾ നല്ല കറി വെച്ചുകൊണ്ട് നല്ല കറിയും ചോറും കൊടുത്തു. ആ സമയത്ത് അതിലുള്ള ചെറിയ ഉപ്പിന്റെ കുറവ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറെ വരികയാതാ, നല്ല കറി പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കുക സന്തോഷം. ഏതുണ്ടാകുക അല്ലേ? അപ്പൊ ഉപ്പിന് കുറവാണോ പറയാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക? ആണോ? അല്ലേ? അപ്പൊ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് നമ്മൾ കഴിക്കുമ്പോൾ ഉപ്പിന്റെ കുറവ്, ആ മനുഷ്യന് ഉപ്പിന്റെ കുറവൊന്നും പറഞ്ഞില്ലല്ലോ, അപ്പോഴാണ് നമ്മൾ അയാളെ പറഞ്ഞില്ലല്ലോ നമ്മൾ ആലോചിക്കുക അല്ലേ? അപ്പൊ നമ്മൾ അട്രാക്ഷൻ ഉണ്ടാവും, ആ ഉപ്പും കൂടി ശരിയാക്കി കൊടുക്കും. ആ പോയത് കൊടുക്കാതാവുമ്പോൾ ഉപ്പും ഇത് പറഞ്ഞല്ലോ പറയുമ്പോഴോ അത്യാവശ്യം മുളകും കൂടി കുറച്ച് വലിക്ക് പണി കൊടുക്കണം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. മനസ്സിലായോ? അതുകൊണ്ട് ഉപ്പ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, മുളക് കുറയാതിരിക്കാൻ നമ്മളെന്താകണം, ശ്രദ്ധിക്കണം അല്ലേ? നമ്മൾ കിട്ടിയതിനെ അംഗീകരിക്കാനുള്ള മനസ്സ് ഏതൊന്നാണെങ്കിലും ആ കിട്ടിയതിനെ അംഗീകരിക്കാനുള്ള മനസ്സ് പാകപ്പെടുക എന്നുള്ള വിശാലമാകാനുള്ള തലത്തിലേക്ക് നമ്മൾ മാറണം. അവിടെ നമ്മൾ ആ 8നെ അഭിനന്ദിക്കുകയും 8നെ ചേർത്ത് പിടിക്കുകയും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എന്തൊക്കെയോ ആകാൻ വേണ്ടി, കുട്ടികളെ എന്തൊക്കെയോ ആക്കാൻ വേണ്ടിയിട്ട് എന്താക്കണം, നമ്മൾ പരിശ്രമിക്കണം. അതൊന്നും ആക്കണ്ട എന്നുള്ളതാണ്. നമ്മളെ പഠിപ്പിക്കൽ ഉപദേശമൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ ആരായി മാറും? നമ്മൾ എഡ്സിന്റെ കാര്യം പറഞ്ഞില്ലേ എന്ന പോലെ അത് മാത്രം ചെയ്യേണ്ടത്, ബാക്കി കാര്യം ചെയ്തോളൂ. അവർ ചെയ്തു. ഒരു തവളകൾ ഇങ്ങനെ കാട്ടിലൂടെ യാത്ര ചെയ്യാം, കുറച്ച് തവളകൾ ഇങ്ങനെ യാത്ര ചെയ്യണം. അങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു കൊട്ടക്ക ഇങ്ങനെ കിണർ കണ്ടു. ആ കിണർ നോക്കാൻ വേണ്ടി എല്ലാ തവളകളും കൂടിയിട്ട് ആ കിണറിൻ്റെ സമീപത്ത് പോയി നോക്കി. അങ്ങനെ ആ നോക്കുന്നതിൻ്റെ ഇടയിൽ 2 തവളകൾ അവിടെ പെട്ടു, ആ കിണറിലേക്ക് പെട്ടു. ആഴമുള്ള കിണറാണ്. 2 തവളകൾ അതിൽ പെട്ടു. ആ 2 തവളകൾ പെട്ടപ്പോൾ തവളകൾ പെട്ട് നീച്ചു വരുന്നല്ലോ, അവർ ചാടി നോക്കി, കുറെ ചാടി നോക്കി. കാരണം ആഴമുള്ളത് കൊണ്ട് തന്നെ പുറത്തേക്ക് എത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ പുറത്തുള്ള കുറേ തവളകൾ പറഞ്ഞു, ഇനി ചാടണ്ട, നിങ്ങൾ ഏതായാലും എന്താവും അവിടെ കിടന്ന് ചാവും, അതുകൊണ്ടിട്ട് ചാടി എനിക്ക് എത്തിയിട്ടിട്ട് ചാകണ്ട, പിന്നെയോ നോർമലായി അവിടെ തന്നെ കിടന്നിട്ട് ചത്തോളി എന്ന് പറഞ്ഞിട്ട് ആ തവളകൾക്ക് ഉപദേശം കൊടുക്കും. കാരണം ചാടിയിട്ട് കാര്യമില്ല, ആഴമുള്ള കിണറാണ്, അതുകൊണ്ട് നിങ്ങൾ നല്ല ഇത് അവിടെ തന്നെ കിടക്കലാണ് എന്ന് പറഞ്ഞ് ഉപദേശം കൊടുത്തു. അപ്പം എന്താ ഇത് കേട്ടപ്പോൾ തവള ചാട്ടം നിർത്തിയിട്ട് അവിടെ കുറച്ചു നേരം കിടന്നു. എന്തായി? ചത്തു. അടുത്ത തവള ചാട്ടം നിർത്തുന്നില്ല. അതെന്താകണം? വീണ്ടും ചാടും. ഇതിൽ വീണ്ടും ഉറക്കെ പറഞ്ഞു, ചാടണ്ട, അത് കണ്ടില്ലേ മറ്റേടമായി വെറുതെ എന്തിനാ ബുദ്ധിമുട്ടണം, വീണ്ടും ചാടണ്ടെന്നു. ആ തവള ഇതിന് പറയും തോറും വീണ്ടും എന്താകണേ? ഉയർന്നു വരുന്ന ചാടിക്കൊണ്ടിരിക്കണം. അവസാനം എന്ത് പറയുന്നു? ഇവിടെ അട്ടഹാസത്തിനെ വകമാറ്റി അതിൻ്റെ ചാട്ടം വർദ്ധിച്ചു. അതെവിടെ എത്തി? പുറത്തേക്കെത്തിയവർ കൂട്ടത്തിൽ കൂടി ആ തവളയോട് അതിനെപ്പറ്റി വിശേഷങ്ങൾ ചോദിക്കുമ്പോഴാണ് ഈ തവള വിശേഷങ്ങളൊന്നും പറയുന്നില്ല. ആ സമയത്താണ് അവർക്ക് മനസ്സിലായി ഈ തവളയ്ക്ക് എന്ത് കേൾക്കില്ല, ചെവി കേൾക്കാത്ത തവളയാണെന്ന് മനസ്സിലാകുന്നത്.
അപ്പൊ ചെവി കേൾക്കാത്ത തവളയായതുകൊണ്ട് തന്നെ നീ അവിടെ കിടന്ന് ചത്തോ എന്ന് പറഞ്ഞത് ആരും കേട്ടിട്ടില്ല. ഈ തവള എന്താ വിചാരിച്ച്, ഇവരുടെ ആംഗ്യ ഭാഷയും ഇവര് നിർത്താൻ പറഞ്ഞതും എന്നോട് വീണ്ടും ചാട്, ഒന്നുകൂടി ചാട്, അപ്പൊ ചാട് എന്ന് പറഞ്ഞതാണെന്ന് കരുതി തെറ്റിദ്ധരിച്ച ആ തവള എന്തായി, വീണ്ടും വീണ്ടും ഉയർന്ന ചാടി എവിടേക്ക് എത്തി, പുറത്തേക്ക് എത്തി. അപ്പൊ ഒരു തെറ്റായ മോട്ടിവേഷൻ കൊടുത്തിട്ട് പോലും ആ തവള അവിടെ എത്തിപ്പെട്ടു, പുറത്തേക്ക് എത്തിപ്പെട്ടു അല്ലേ. അപ്പൊ ഒരു തെറ്റായ ഒരു സന്ദേശം കൊടുക്കുമ്പോൾ പോലും ഏത് ഉന്നതങ്ങളെയും കീഴടക്കാൻ എന്തിന് കഴിയും, മാനസികമായി നമുക്ക് കഴിയും എന്നുള്ളതാണ് ഈ തവളകളുടെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രചോദനങ്ങൾ അത്തരത്തിൽ സന്തോഷപ്രദമാകാൻ നമ്മൾ എന്താകണം, ശ്രദ്ധിക്കണം എന്നുള്ള. വീട്ടിൻ്റെ അവസ്ഥകൾ, കാര്യങ്ങൾ നിങ്ങളെ കുട്ടികളെ ചവിട്ടാറുണ്ട്. ആരൊക്കെ കുട്ടികളെ ചവിട്ടാറുള്ളത്? കുട്ടിൻ്റെ മുഖത്തേക്ക് ചവിട്ടണന്മാരൊക്കെ കഴിയും. വാപ്പാരുണ്ടെങ്കിൽ വാപ്പാർക്കും കൈവക്കാം ഇല്ല, ആരുമില്ല. നമ്മൾ ദിവസം ചവിട്ടൊക്കെ കൊടുക്കാറുണ്ട്. ആ മുഖത്തേക്ക് കാലുകൊണ്ട് കൊടുക്കണ ചവിട്ട് മാത്രമേ നിങ്ങൾക്ക് പരിചയമുള്ളൂ. അതിനേക്കാളും വലിയ ചവിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് എന്നതാണ് വാസ്തവം അല്ലേ. അപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാർക്കായിട്ട് വന്നില്ല കുട്ടി, ആ മാർക്കായിട്ട് വരുന്ന സമയത്ത് ഉമ്മാക്ക് ഇവിടെ 100 കൂട്ടം പണിയണം. ബസ്സാണെങ്കിൽ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ വരും. അതിൻ്റെ ഉള്ളിൽ ഭക്ഷണം കൊടുക്കണം, ബാഗ് എടുത്ത് വെക്കണം അല്ലേ. നിന്റെ മാർക്കും കാര്യങ്ങൾ പേപ്പർ അവിടെ വെച്ചിട്ട് വന്നിട്ട് ഈ പണി നോക്കിക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുട്ടിൻ്റെ മുഖത്ത് ചവിട്ടുന്നതിനേക്കാൾ വലിയ ചവിട്ടാണ്. ഇങ്ങനെ ആവുമ്പോൾ എത്ര ചവിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ മനസ്സിലായോ? എത്ര ചവിട്ട് ദിവസം കൊടുക്കുന്നുണ്ട്. ഇനി കൈ വെക്കാൻ പറഞ്ഞാൽ ഏതെങ്കിലും കൈ വെക്കാത്തവരുണ്ടാവുമോ? ഉണ്ടാവുമോ? ആ ചവിട്ടാണ് നമ്മളെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ആ കുട്ടിയെ അത്തരത്തിൽ നമ്മൾ ഒരുപാട് കാര്യം, അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഉമ്മയാകാൻ നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കുഞ്ഞാവുമ്പോൾ ആ കുഞ്ഞിനെ എങ്ങനെയാണ് വളർത്തേണ്ടത്, അവനെ എങ്ങനെ പ്രചോദിപ്പിക്കണം എന്നതിനെ കുറിച്ച് എന്താകണം, നമുക്കൊരു കാര്യശേഷി കാര്യബോധവും നമുക്കുണ്ടായിത്തീരണം. അങ്ങനെ കാര്യശേഷിയും കാര്യബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കുഞ്ഞാലായി മാറുന്നത്, നമ്മുടെ കുഞ്ഞായി മാറുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, എന്ത് വേണ്ട, ഉപദേശം വേണ്ട, എന്ത് ചെയ്താൽ മതി, അവനെ കൂട്ടിപ്പിടിച്ചാൽ മതി. പിന്നെ നമ്മൾ എപ്പോഴാണ് ഉപദേശിക്കേണ്ടത്, കുട്ടികളെ നന്നാക്കേണ്ടത് എപ്പോഴാണ്? അത് നമ്മുടെ വീടുകളിലൊക്കെ ഒരു സമയം ഉണ്ടാകണം. വാപ്പിയും ഉമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു സമയം ഉണ്ടാകും. അത് ദിവസം ഉണ്ടെങ്കിൽ ദിവസം നല്ലത്, അല്ലെങ്കിലോ ആഴ്ചയിലാണെങ്കിൽ വാപ്പ വരാത്ത ദിവസങ്ങളൊക്കെ ആഴ്ചയിലോ മാസത്തിലോ നമ്മളങ്ങനെ എന്താണ് കൂടിയിരിക്കണം. എന്താ കൂടിയിരിക്കണം? കൂടിയിരുന്ന് നമുക്ക് പറയാനുള്ളതൊക്കെ പറയാനുള്ള അവസ്ഥ. ഉപദേശമാണോ? ഉപദേശമില്ല. ഉപദേശം നമ്മൾ നിർത്തിവെച്ചു. പറയാനുള്ളതൊക്കെ പറയാം. തുറന്നുമ്മാനോട് എന്ത് വേണമെങ്കിലും പറയാം, വാപ്പാനോട് എന്ത് വേണമെങ്കിലും പറയാം. ആ സമയത്ത് എന്തില്ല, ശാസനീയ ഉപദേശങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എന്തും പറയാനുള്ള ടൈമാണ് ഏത്, ആ കൂടിയിരിക്കുന്ന ടൈം. അങ്ങനെ ഒരു ടൈം നമ്മുടെ വീടുകളിലൊക്കെ വേണം. അങ്ങനെ ഉണ്ടായാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ എന്താവും, പരിഹാരമാകും. അപ്പൊ നിങ്ങളുടെ കുട്ടികൾ ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവർ അനുസരണക്കേട് കാണിച്ചു, ആ സമയത്ത് ഒരു കാരണവശാൽ അവനോട് എന്താകരുത്, അതിനെക്കുറിച്ച് മിണ്ടരുത്. പിന്നെ എപ്പോഴാ പറയാ, നമ്മൾ ഈ ക്വാളിറ്റി ടൈമിലാണ് അത് പറയാം. നമ്മൾ കൂടിയിരിക്കുന്ന ടൈം ഉണ്ടല്ലോ, അവിടെ എന്താ പറയാ, നീ അത് ചെയ്തത് ശരിയായില്ല എന്നാണോ പറയാ? അല്ല. പിന്നെയോ അതിൻ്റെ ഭവിഷ്യത്തുകളെ കുറിച്ച്, അല്ലെങ്കിൽ എനിക്കത് പ്രയാസം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അവൻ തനിയെന്തായിക്കോളും, മാറിക്കോളും. അപ്പൊ ഈ ടൈം ഉണ്ടായാൽ അത് നടക്കുള്ളൂ. മനസ്സിലായില്ലേ? ഈ ടൈം ഉണ്ടായാൽ നമുക്കുള്ള അനുഭവങ്ങളൊക്കെ പറയാൻ പറ്റും. നമുക്ക് ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ, ഇന്നതാണ് പ്രശ്നങ്ങൾ ഉപദേശമൊന്നുമല്ല, മറിച്ച് എനിക്ക് നീ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ പ്രയാസമാണ്, മറ്റതാണ് മറിച്ചാണ്. ആ രൂപത്തിൽ നമുക്ക് പ്രയാസം വരുമ്പോൾ അവനത് തനിയെ തെറ്റിക്കോളും. അങ്ങനെയാണ് ഉപദേശമില്ലാതെ കുട്ടികളെ എന്താക്കേണ്ടത്, നമ്മളെ നന്നാക്കേണ്ടത്. മറിച്ച് അവർ ആ സമയത്ത് തന്നെ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്കും പ്രശ്നം, അവർക്കും പ്രശ്നം, ആകെപ്പാട് പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങളായി. അപ്പൊ ആ രൂപത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോ പ്രായത്തിലും അവരെ വളർത്തേണ്ടത്. പ്രത്യേകിച്ച് പറഞ്ഞത് ഈ സൈക്കോളജിക്കൽ അത് ആ രൂപത്തിൽ അവർക്ക് കൊടുക്കാൻ സമയം കണ്ടെത്തി അത് വലിയ രൂപത്തിൽ, വലിയ തോതിൽ ഓരോ പ്രായത്തിലും അത് കൊടുക്കുക എന്നുള്ളതാണ്. ഇല്ലേ? ഈ അടുത്ത കാലത്തെങ്കിലും ആരെങ്കിലും ഈ ഒരാഴ്ചൻ്റെ ഉള്ളിലെങ്കിലും മക്കൾക്കൊരു ഉമ്മ കൊടുത്ത ആരെങ്കിലും ഉണ്ടോ?
ഉണ്ട്, ഒരാഴ്ചയിലുണ്ട്. ഇന്ന് കൊടുത്താരെങ്കിലും ഉണ്ടോ? 2 വയസ്സായ കുട്ടിയാണോ? അല്ലേ? കൊടുക്കുന്നവരോട് അതുപോലെ ചോദിക്കണം. 2 വയസ്സായ കുട്ടിയാണെങ്കിൽ എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും അല്ലേ? പ്രായം പ്രശ്നമല്ലേ? 2 വയസ്സുകാരത്തേക്കൊക്കെ നമ്മൾ ധാരാളം കൊടുക്കും. ഈ 2 വയസ്സുകാരൻ തന്നെ അവൻ്റെ താഴെ വേറെ ആൾ ഉണ്ടാകരുത് എന്നുള്ള നിബന്ധന കൂടി ഉണ്ട് അല്ലേ? എന്നാൽ പിന്നെ അത് കൊടുക്കാൻ സമയം ഉണ്ടാവും നമുക്ക് അല്ലേ? ഒരാളുണ്ടായി കഴിഞ്ഞാൽ മറ്റാൾ. അപ്പോൾ എല്ലാ കുട്ടികളെയും നമുക്ക് ആ ഓരോ രൂപത്തിൽ അത് കൊടുക്കാൻ നമുക്ക് സമയം കണ്ടെത്തണമെന്നാണ്. അപ്പം അങ്ങനെ നമ്മൾ സമയം കണ്ടെത്തി കുട്ടികൾക്ക് അത് കൊടുക്കുമ്പോൾ കുട്ടികൾ തനിയെ നമ്മുടെ കുട്ടികളായി മാറുമെന്നതാണ് അല്ലേ? നമ്മുടെ കുട്ടികൾ നിങ്ങൾ പറഞ്ഞതനുസരിക്കോ? നിങ്ങൾ പറഞ്ഞതനുസരിക്കുന്നവരാണോ നിങ്ങളുടെ കുട്ടികൾ? അപ്പം പ്രവർത്തനങ്ങളിൽ പ്രശ്നം നമ്മളോട് പ്രത്യേകിച്ച് പറയാം. എല്ലാവരും അനുസരണയുള്ള കുട്ടികളാണ് അല്ലേ? എല്ലാവരും ഒന്ന് വലത് കൈയിൻ്റെ ചെറുവിൽ ഉയർത്തി, എല്ലാവരും വലത് കൈയിലെ ചെറുവിൽ ഉയർത്തി. എന്നിട്ട് എല്ലാവരും മൂക്കിലൊന്ന് തൊടി, മൂക്കിലൊന്ന് ചെറുവിരലറിയാത്ത ആരെങ്കിലും ഉണ്ട് കൂട്ടത്തിൽ? മൂക്കറിയാത്ത ആൾക്കാരുണ്ട്. എന്നിട്ട് നമ്മൾ മൂക്ക് ഇയാൾ എവിടെയാണല്ലോ തൊട്ട്, ഞാൻ എവിടെയാ തൊട്ട്? മൂക്ക് ഇങ്ങനെ തരികയാണ്, എല്ലാവരും ഇങ്ങനെ തരികയാണ്. ഇയാളെന്താ എവിടെ കൈ വെച്ചിരിക്കണം? മൂക്ക് എവിടെയാണ്? മൂക്കറിയാത്ത ആൾക്കാരുടെ കൂട്ടത്തില് ഇതാണ് പ്രശ്നം. നമ്മുടെ കുട്ടികൾ പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് അതിഥിയായിട്ട് വന്ന ഉസ്താദാണ്, നിങ്ങൾ മാതാപിതാക്കളായിട്ട് വന്ന ആളുകളാണ്, ഞാൻ പറഞ്ഞ നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുള്ളൂ. നമ്മൾ നമ്മുടെ മക്കളും നമ്മൾ പറയുന്നൊന്നും അവരനുസരിക്കില്ല. നമ്മൾ ചെയ്യുന്നത് മാത്രമേ എന്താകുള്ളൂ അവർ ചെയ്യുകയുള്ളൂ. നമ്മൾ വലിയ വർത്താനം വന്നിട്ടും കാര്യമില്ല. കുട്ടികൾക്കോ നിങ്ങളുടെ അനുഭവം തന്നെ ഇല്ലേ? ഇത്രയും വലിയ ഉസ്താദ് ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പിന്നെ നിങ്ങളുടെ ഈ പിഞ്ചു മക്കൾ പറഞ്ഞാൽ കേൾക്കോ? അവരെന്താ ചെയ്യുക? നിങ്ങൾ ചെയ്യുന്നത് എന്താണ് അത് മാത്രമേ അവർ ചെയ്യുള്ളൂ. നിങ്ങൾ പറയുന്നതെന്ന് എന്താകില്ല, അവരനുസരിക്കില്ല. നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാനത് പറഞ്ഞത്. മനസ്സിലായോ? അതുകൊണ്ട് പറച്ചൽ നിർത്തുക. ചെയ്താൽ മതി, ചെയ്താൽ മതി. പറച്ചൽ നിർത്തിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്തോളൂ. മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ നമ്മൾ അല്ലേ, നിങ്ങൾ ആരുടെയെങ്കിലും കാലിൽ ചെരുപ്പുണ്ടാകും? ഉണ്ടാകും. എവിടെ ചെരുപ്പൊക്കെ? എവിടെ? അവിടെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് ചെരുപ്പ് പുറത്ത് വെക്കുക എന്നുള്ളത്. എന്നിട്ടും കളക്കെന്താ ചെരുപ്പ് പുറത്ത് വെച്ചിട്ട് വന്നു? കയറുമ്പോൾ പുറത്തിടാൻ വേണ്ടി പറഞ്ഞു. കയറുമ്പോൾ പുറത്തിടാൻ വേണ്ടി പറഞ്ഞു. ചെരുപ്പ് പുറത്തിടണം എന്ന് പറഞ്ഞു. പുറത്തിടണം ആര്? കമ്മിറ്റീസ് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഞങ്ങളോട് പറഞ്ഞ ചെരുപ്പ് പുറത്തിടണം ആരെങ്കിലും പറഞ്ഞ? അവിടെ ഒരു ചെരുപ്പ് കിടക്കണ കണ്ടു. അപ്പൊ ഞാനും അവിടെ ചെരുപ്പ് ഊരിയിട്ടു. അല്ലാതെ ഇവിടെ എവിടെയും ബോർഡുമില്ല, നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ ചെയ്യുന്നതേ നമ്മൾ. അതേസമയം വലിയ ബോർഡ് വെച്ചു കരുതിക്കോ, ഇവിടെ ആണെങ്കിൽ 10-50 ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലുണ്ട്, ചെരുപ്പാണെങ്കിൽ ഒന്നും പുറത്തില്ല. നിങ്ങൾ ആരെങ്കിലും പുറത്ത് അയച്ചു വയ്ക്കോ? വയ്ക്കുവോ? വലിയ ബോർഡിൽ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുവോ? ചെയ്യുന്നതേ നമ്മൾ കാണുള്ളൂ. ഒരാൾ അയച്ചു വെച്ചാൽ മതി, നമുക്ക് മനസ്സിലായത് പുറത്ത് ചെരുപ്പ് വെക്കണം. അപ്പൊ പറച്ചിലും എഴുത്തിലും എല്ലാ കാര്യം പിന്നെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എന്താണോ ചെയ്യേണ്ടത് അത് ഉറക്കണം പറഞ്ഞിട്ട് കാര്യമുണ്ടാ? അത് ചെയ്താൽ മതി, അത് ചെയ്താൽ മതി. ശരി, അത് ചെയ്യുക എന്നുള്ള വലിയ സന്ദേശമാണ് നമുക്ക്. ഏതൊരു കാര്യം നമ്മളത് ചെയ്യുക എന്നുള്ളത് മാത്രം. അല്ലാതെ പറയുമ്പോൾ അവൻ അങ്ങനെ കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല, നമ്മൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ ചെയ്യുന്നത് പറയണം. ഉസ്താദന്മാർക്ക് പലവിധ പ്രശ്നങ്ങളാണ്. മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നവനൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. കുട്ടിയോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടാ? എന്താ പ്രശ്നം? കുട്ടികൾ വീട്ടിൽ നിന്ന് ചെയ്യണ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞു അല്ലേ? 1 മാസം മുമ്പല്ലേ പരീക്ഷ, അരക്കൊല്ലം പരീക്ഷ കഴിഞ്ഞു. അതിൽ 3-ലും 4-ലും ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. എന്താ പരീക്ഷ? പ്രാക്ടിക്കൽ പരീക്ഷ. ഒന്നും എടുക്കലും ധാരണം ചെയ്യും. അപ്പോൾ മറ്റുള്ള വിഷയങ്ങൾ 6 വിഷയങ്ങൾക്കും മാർക്ക് കിട്ടാത്ത അല്ലെങ്കിൽ ജയത്തിൽ കുറവുള്ള 18 മാർക്കിൽ 20 മാർക്കിലൊക്കെ കുറവുള്ള കുട്ടികൾക്ക് 40-50 മാർക്ക് കിട്ടിയ വിഷയമാണ്
ഒതു കൊടുക്കൽ തയമം ചെയ്യും. എന്നാൽ അതിൽ 40-50 എഴുത്ത് പരീക്ഷയിൽ 6 കിട്ടിയ കുട്ടിക്ക് ഇവിടെ എത്തിയപ്പോൾ 5 മാർക്കും 10 മാർക്കും. എന്താണ് ആ വ്യത്യാസം? പ്രാക്ടിക്കൽ ഇല്ല. കുട്ടി വായിച്ചു കൊടുത്താൽ നന്നായി എഴുതാനും അറിയും വായിക്കാനും അറിയും. അവൻ ആ എഴുത്ത് പരീക്ഷയ്ക്ക് വിജയിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ ഇതുവരെ ഒതു കൊടുക്കുന്നത് കണ്ടിട്ടില്ല. ആ ഒതുവിന്റെ ഷർട്ടൊക്കെ പറഞ്ഞപ്പോൾ അവൻ 5 കൃത്യമായി എഴുതിയത് കൊണ്ടാണ് അവർക്ക് എത്ര കിട്ടിയത്? 50 മാർക്ക് 40 മാർക്കൊക്കെ കിട്ടിയത്. പക്ഷെ അവൻ ഒതു കൊടുക്കുന്നത് വരെ കണ്ടിട്ടുണ്ട്. ഈ ഒതുവിന്റെ ഷർട്ടം വായിക്കാൻ അറിയാത്തവൻ എന്ത് കണ്ടിട്ടുണ്ട്? അവനിഷ്ടം പോലെ പള്ളിയിൽ പോയിട്ടും വീട്ടിൽ നിന്നൊക്കെ എന്ത് കണ്ടിട്ടുണ്ട്? ഒതു ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവർക്ക് ഒതുവിന്റെ ഷർട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് മനസ്സിലായി? കൈ ആദ്യം കഴുകണം, പിന്നെ മുഖം കഴുകണ്ട്, പിന്നെ തല തടവണം എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണോ? ഓക്കെ, അങ്ങനെയാണോ കൊടുക്കുക ഇല്ലേ? അപ്പൊ അത് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ എന്തായിട്ടുണ്ട്? കൃത്യമായിട്ട് അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പൊ ചെയ്യിപ്പിക്കലാണ് വായിപ്പിക്കലും പഠിപ്പിക്കലും എല്ലാം. മറിച്ച് ചെയ്യൽ അവന്റെ അനുഭവ തലങ്ങളിൽ ഉണ്ടാവുകയായിരുന്നു. അപ്പൊ ദിവസവും ഖുർആൻ ഓതുന്ന ശീലം ആരുണ്ടാക്കണം? നമ്മളുണ്ടാകണം. അപ്പൊ നീയും ഖുർആൻ എടുത്തിട്ട് വാ, നമുക്ക് കുറച്ച് ഓതാം. അപ്പൊ അവിടെ ഖുർആൻ ഓത്ത് നടക്കും ഇല്ലേ? പിന്നെ നമ്മൾ വെറും അടുക്കളയിൽ ചെന്നിട്ട് ചോറും കൂട്ടാനും കറി ഉണ്ടാക്കുന്നതിന് പകരം പഠിപ്പിക്കുമ്പോഴായാലും കുറച്ച് സമയമൊക്കെ നമുക്കൊന്നും അറിയാം. നിങ്ങൾ പഠിപ്പിക്കുകയേ ചെയ്യരുത് കേട്ടോ. അതും കരുതി നിങ്ങൾ ഇന്നു മുതൽ പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഞാൻ ഉസ്താദ്മാരോട് പോലും പറയുന്നത് എന്താണ്? പഠിപ്പിക്കരുത്. പിന്നെ നിങ്ങളോട് പ്രത്യേകിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന പണി നിങ്ങൾ എടുക്കുക. പഠിപ്പിക്കുന്ന പണി ആരെടുക്കുക? ആരെടുക്കുക? ടീച്ചർമാരെടുത്തോളം ഉസ്താദ്മാരൊക്കെ എടുത്തോളം. നിങ്ങൾ എന്താക്കിയാൽ മതി? സഹായിച്ചാൽ മതി. എങ്ങനെ സഹായിക്കാം? ദിവസം കുട്ടികളെ മദ്രസയിലേക്ക് വിടുക. നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ മാർക്ക് പറഞ്ഞാൽ ടീച്ചറെ ഒപ്പിടാൻ വേണ്ടി വിളിച്ച് മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് പറയുക? മാർക്ക് പറഞ്ഞാൽ ടീച്ചർ ആരെയും കുറ്റം പറയാം. നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ ഒപ്പിടാൻ പോകില്ലേ കോഴ്സ് കാർഡിൽ? അപ്പോൾ കുട്ടിക്ക് മാർക്ക് പറഞ്ഞാൽ നിങ്ങളോട് ടീച്ചർ എന്താ പറയുക? ആരുടെ കുഴപ്പമാണ്? നിങ്ങളുടെ കുഴപ്പമോ നിങ്ങളുടെ കുട്ടിൻ്റെ കുഴപ്പമോ? ആരുടെ കുഴപ്പമാണ്? ടീച്ചർ എന്താ പറയുക ഞാൻ ചോദിക്കണം. കുഴപ്പമൊന്നും പറയില്ല അവർ. ടീച്ചർ കുട്ടീനൊന്നും പറയില്ല. കുട്ടിയൊന്നും പറയില്ല. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾ പിറ്റേ ദിവസം സ്കൂളിലേക്ക് വിടുമോ? നിങ്ങൾ പിറ്റേ ദിവസം സ്കൂളിലേക്ക് വിടുമോ? നിങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടാ പിന്നെയും വിടുക. നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ വീണ്ടും വിട്ടാലും പിന്നെ വീണ്ടും ഈ മാർക്കറ്റായിരിക്കില്ല. നിങ്ങളിവിടെ ഇരുന്ന് പഠിപ്പിച്ചാൽ ആ ശ്രദ്ധിക്കലാകും അല്ലേ? അപ്പൊ മാർക്ക് പറഞ്ഞാൽ ശരിയാക്കേണ്ടത് ആരാണ്? ടീച്ചറല്ലേ. നിങ്ങൾ പഠിപ്പിക്കണോണ്ടുള്ള പ്രശ്നം. അവിടെ ടീച്ചർമാർ ഗതി എന്ത്? സ്കൂളിലേക്ക് കുട്ടീനെ ചേർക്കാൻ വേണ്ടി പോയി. അപ്പോൾ ചേർക്കാൻ വേണ്ടി പോയപ്പോൾ ടീച്ചർ പറഞ്ഞു, പിന്നെ യൂണിഫോം അത് ആ കടയിൽ നിന്ന് ഈ കടയിൽ നിന്നും പഠിക്കണ്ട, ഇവിടെ തന്നെ കിട്ടും, സ്കൂളിൽ തന്നെ. നോട്ട് പുസ്തകം അത് നമ്മുടെ സ്റ്റോറിൽ തന്നെ ഉണ്ട് ഡിസ്കൗണ്ടിൽ. ബാഗും കാര്യങ്ങളും അതോ അത് നമ്മുടെ സ്റ്റോറിൽ തന്നെ ഉണ്ട്. അപ്പോൾ രക്ഷിതാവ് ചോദിച്ചു, അപ്പോൾ പഠനം അതവിടെ നിന്ന് കിട്ടുക? അപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞാൽ, അത് നിങ്ങൾ ട്യൂഷനാണ് നോക്കണം. ഇവിടെ കിട്ടണ എന്താ? ഇവിടെ ബാഗും കുടയും പുസ്തകങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും സ്കൂളിൽ നിന്ന്. പഠനമോ അത് ട്യൂഷന് വെക്കണം. അത് പറ്റുമോ? ആകെ ഇതൊക്കെ നമുക്ക് അവിടെ വേണമെങ്കിൽ അങ്ങാടി നിന്ന് കിട്ടും. അവിടെ നിന്ന് കിട്ടേണ്ടത് മാത്രമേ ഉള്ളൂ പഠനം മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് കിട്ടാത്ത ഏത് മാത്രമേ ഉള്ളൂ? പഠനം മാത്രമേ ഉള്ളൂ. പറ്റുമോ? ഇവിടെ നിന്ന് ആകെ കിട്ടേണ്ട പഠനം മാത്രമേ ഉള്ളൂ. മക്കളെ നമ്മൾ അവിടെ വേണമെങ്കിൽ പോയി വാങ്ങാലോ ഇല്ലേ? അപ്പൊ അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ എടുക്കാം അല്ലേ? നമ്മളെ പഠിപ്പിക്കേണ്ട ടീച്ചറല്ലേ കുട്ടീനെതാക്കി കഴിഞ്ഞാൽ അല്ലേ? നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നെ കുട്ടീനെ പിന്നെ കളിയും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ അവനെ ട്യൂഷനായി കാര്യങ്ങളായി നമ്മൾ പഠിപ്പിക്കലായി അല്ലേ? എന്തൊക്കെയോ ആക്കാനുള്ള വ്യക്തിഗതയാണ് നമ്മുടെ കുട്ടികൾ. ലായിബിനെ കസര 7 വയസ്സ് വരെ കുട്ടികളോട് നിങ്ങൾ എന്താക്കണം? കളിക്കണം. കളിക്കണ ആരെങ്കിലും ഉണ്ടോ കുട്ടികളായിട്ട്? 7 വയസ്സ് വരെ പഠനം പറഞ്ഞത് പറ്റില്ല. പ്രസവിക്കുമ്പോൾ തന്നെ നമ്മൾ അഡ്മിഷൻ എടുക്കാനുള്ള ഓട്ടത്തില്ല. ഏത് സ്കൂളിലാണ് കിട്ടുക അല്ലേ? 7 വയസ്സ് വരെ നിങ്ങൾ എന്താക്കരുത്?
ഒന്നും ചെയ്യരുത്, കളിപ്പിക്കൽ മാത്രം ചെയ്യണം. എന്തിനാണ് പറയുന്നത്? ആ കളിപ്പിക്കുമ്പോഴാണ് ഇവന്റെ ആ സൈക്കോളജിക്കൽ ബർത്ത്, മാനസികമായ ജന്മം ഈ കുട്ടിക്ക് മുഴുവനായി കിട്ടുന്നത് ആ പ്രായത്തിലാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താകും? പിന്നെ അവൻ തെയ്യം പൊടിച്ചു ആ മാനസികാവസ്ഥ ഉണ്ടാക്കാൻ. നമ്മൾ അത് മാത്രം ഉണ്ടാക്കില്ല. 7 വയസ്സ് വരെ നിങ്ങൾ പഠിപ്പിക്കുകയും ചെയ്ത് കുട്ടികളായിട്ട് കളിപ്പിക്കണം. നമ്മൾ 1-ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഉസ്താദ്മാരോട് പറയുമ്പോൾ അവർക്ക് പരിശീലനം കൊടുക്കണം. എന്താ? കുട്ടികളെ കളിപ്പിച്ചിട്ടല്ലാത്ത ഒരു പരിപാടിയും ചെയ്യരുത്. അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കലാണെങ്കിൽ പഠിപ്പിക്കരുത്. എന്താക്കണം? കളിപ്പിച്ചിട്ട് അവർ അതിൻ്റെ കൂടെ എന്തെങ്കിലും പഠിക്കേണ്ടത് പഠിച്ചോട്ടെ. കളിപ്പിക്കൽ മാത്രം. ആ രീതിയിലാണ് ഉസ്താദ്മാരോട് നമ്മൾ പറയും. അപ്പോൾ 7 വയസ്സ് വരെ കുട്ടികളോട് എന്താക്കണം? കളിക്കണം. നമ്മൾ വീട്ടിലൊക്കെ കളിക്കണം. അതിന് നമുക്ക് സമയം ഉണ്ടാവും. നമ്മൾ ജോലി തിരക്കടയിൽ കഴിയോ ഇല്ലേ? അതല്ല, 1-ാം ക്ലാസ്സുകാരനിക്ക് ട്യൂഷനാണ്, LKG-ക്കാരനിക്ക് ട്യൂഷനാണ് ഇല്ലേ? ട്യൂഷനില്ലേ? എന്താക്കാൻ നിങ്ങൾ പഠിപ്പിക്കണം? നമ്മുടെ കുട്ടി എന്താകാൻ നിങ്ങൾ വിചാരിക്കണം? എന്താകാൻ നമ്മൾ വിചാരിക്കണം? നന്നാവാൻ ഇങ്ങനെ കുറച്ച് തളച്ചിട്ടത് കൊണ്ട് നന്നാകുമോ? ആനെ കാലിൽ കെട്ടിയിടേ ആന നന്നാകുന്നുണ്ടാകും. കുറെ കാലം കെട്ടിയിട്ടാൽ നന്നാവും അല്ലേ? അവന്റെ സ്വതന്ത്രമായുള്ള ആ ചിന്തകളിലേക്ക് നമ്മൾ ചില ധാരണകൾ വെച്ച് പുലർത്തിയിരിക്കണം. അതാണ് വിജയം, അങ്ങനെ പഠിച്ചാലേ വിജയം, ഇങ്ങനെ പഠിച്ചാലേ വിജയം എന്ന് പറഞ്ഞ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കണം ഇല്ലേ? നിങ്ങളുടെ അയൽവാസി, നിങ്ങളുടെ ജില്ലക്കാരനാണ് ആര്? MA യൂസുഫ് അലി ഇല്ലേ? ആര് ഇല്ലേ? നിങ്ങളുടെ ജില്ലക്കാരനല്ലേ MA യൂസുഫ് അലി? ഇപ്പൊ യൂസുഫ് അലിന് പരിചയമില്ലേ? യൂസുഫ് അലിനെ പോലെ നിങ്ങളുടെ മക്കളാകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടോ? ഇല്ല. ആരെ പോലെ ആകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പിന്നെ MA യൂസുഫ് അലി നിങ്ങൾക്ക് പരിചയം തന്നെയാണ്. നിങ്ങളുടെ തൊട്ടപ്പുറത്ത് താമസിക്കണ പിന്നെ ഹൈദർമാൻഖാൻ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് ഹൈദർമാൻഖാൻ, നിങ്ങളുടെ സമീപത്തുള്ള ഹൈദർമാൻഖാൻ അറിയില്ല. യൂസുഫ് അലി നിങ്ങൾക്ക് അങ്ങനെ ജില്ലക്കാരനായതുകൊണ്ട് അറിഞ്ഞത്. അത് അറിയാൻ മാത്രം പ്രശസ്തനായിട്ടുണ്ട് ഇല്ലേ? ആള് വിജയിച്ച ആളാണോ? ലോകത്തന്നെ വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ പറയപ്പെടുന്ന പേരാണ്. അതുകൊണ്ടാണ് നമുക്കൊക്കെ പരിചയം. ഈ ലോകത്തിന്റെ ഏത് രാജ്യം, നമ്മുടെ രാജ്യമില്ലാത്ത രാജ്യത്ത് പോയാൽ ആരെ അറിയും? MA യൂസുഫ് അലിനെ അറിയും. ഇവിടുത്തെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയാണ് ചിലപ്പോൾ അറിഞ്ഞോണമെന്ന് ഇല്ല. അത്രയും ഫേമസായി യൂസുഫ് അലി ഫേമസ് ആയത് എന്തുകൊണ്ടാണ് ഇല്ലേ? അപ്പൊ ഒരു വിജയത്തിന്റെ നിദാനം എന്ന് പറയുന്നത് എന്താ? കുറെ പഠനം മാത്രമല്ല ഇല്ലേ? വെറുതെ ക്രിക്കറ്റും ഫുട്ബോളും കളിച്ച് നടക്കുന്ന കുട്ടികളെ നമ്മൾ ചീത്ത പറയും. ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ ദിവസം 150 കോടിയാണ്. ഒരു ദിവസം കളിച്ചാൽ 150 കോടിയൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്. ഒരു ദിവസം ഒരു കളി കളിച്ചാൽ ഒരു വർഷം, ഒരു മാസം 150 കോടി. എന്തിനു? പഠിച്ചാലല്ല, പിന്നെയോ കളിച്ചാൽ. അപ്പൊ പഠനം മാത്രമാണോ? അല്ല. കളിച്ചാലും പൈസ നേടാനും വിജയിക്കാനൊക്കെ പറ്റും. അപ്പൊ അത് അവരുടെ വ്യക്തിത്വത്തിനനുസരിച്ചുകൊണ്ട്, സ്വാതത്തിനനുസരിച്ചുകൊണ്ട് നമ്മൾ വിടാൻ. നമ്മൾ എന്തൊക്കെയോ വായിച്ച് പഠിക്കണം പറയുന്നത്. നമ്മൾ ആ ഒരു സൗകര്യവും മാനസികാവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. വളരേണ്ടത് പോകേണ്ടത് ആരാണ്? നമ്മുടെ മക്കളാണ്. നമ്മൾ ആ കെട്ടിയിട്ട് കൊണ്ട് നമ്മുടെ വികാരപ്പെടലുകൾക്ക് അതീതമായിക്കൊണ്ട് മാത്രം സഞ്ചരിക്കണമെന്ന് അതിർവരമ്പുകൾ നിശ്ചയിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ. അതുകൊണ്ട് ആ കുട്ടിക്ക് ഈ ചെറുപ്പത്തിലുള്ള ഈ ശീലങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുത്താൽ, ഞങ്ങൾക്കൊക്കെ അനുഭവമുണ്ട്. പള്ളികളുടെ ദർശനങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് തീരെ പഠിക്കാത്ത പറഞ്ഞാൽ ചോദിച്ചാൽ കിട്ടാത്ത കുട്ടികൾ, എപ്പോഴും പഠനത്തിൽ പുറകോട്ട് പോകുന്ന, അടി കിട്ടുന്ന ഉസ്താദുമാർ അല്ലേ? ഞങ്ങളൊക്കെ പഠിക്കാം. 10 കൊല്ലമൊക്കെ പഠിച്ച് കോളേജിലൊക്കെ പഠിച്ച് ആ സമയം റാങ്ക് നേടി വലിയ വിദ്യാഭ്യാസമൊക്കെ കിട്ടിയ കുട്ടികളുണ്ടാകും. എന്നാൽ പഠനമൊക്കെ കഴിഞ്ഞ് മേഖലയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് 100 കണക്കിന് കുട്ടികളെ പഠിപ്പിക്കാരായിരിക്കും? ഈ പന്ന് പുറകിൽ നിന്ന് ആളുകളായിരിക്കും എന്താകുന്നത്? ഉയർന്നു വരുന്നത്.
അപ്പം നമ്മൾ ആ ഒരു പരിതസ്ഥിതി ഉണ്ടാക്കാനാണ്. എപ്പോഴും വിജയിക്കുമ്പോഴൊക്കെ എപ്പോഴും മാർക്ക് മേടിക്കാമാണെന്നല്ല, ആ ഒരു രീതിയിലേക്ക് കാഴ്ചപ്പാട് മാറുക എന്നുള്ളതാണ്. കുട്ടികൾ അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചുണ്ടാകട്ടെ, വളരുന്ന പാകതയും പക്വതയും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറെ പ്രധാനമായിട്ടുള്ളത്. അപ്പം അങ്ങനെ നമ്മുടെ കുട്ടികളെ നമ്മൾ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കലാണ് നമ്മളൊക്കെ ചെയ്യണം. പിന്നെ നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം സന്തോഷത്തിൻ്റെ അന്തരീക്ഷം ആയി മാറും. സന്തോഷത്തിൻ്റെ അന്തരീക്ഷമായി മാറും നമ്മുടെ വീട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര മാസം സന്തോഷം, അത് നമ്മൾ ജീവിതാന്ത്യം വരെ ഉണ്ടാകുന്ന ചുറ്റുപാടുകളിലേക്ക് നമ്മൾ എന്താകണം, ഭാര്യയായിട്ടും ഭർത്താവായിട്ടും കുട്ടികളായിട്ടും സന്തോഷത്തിൻ്റെ ഒരു കൂടിച്ചേരുമ്പോൾ ഇമ്പുള്ള കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ മാറും. അങ്ങനെ മനോഹര കുടുംബമായി നമ്മൾ മാറും. ആ ഒരു സിറ്റുവേഷനിലേക്ക് അതവിടെ നമുക്ക് കിട്ടുക. ഈ സാഹചര്യം ഒരു പാവപ്പെട്ട ഒരാൾ വീട്ടിലിങ്ങനെ എന്താണ് ഭാര്യയും മക്കളായിട്ടായി താമസിക്കണം. പരിമിതമായ സൗകര്യങ്ങളാണ് അയാൾക്കുള്ളൂ. ഇടുങ്ങിയ വീടും ഒരു ചെറിയ മുറിയിൽ കുട്ടികളും അവരൊക്കെ ആയിട്ട് അങ്ങനെ കഴിയണം. അപ്പോൾ ഇയാളുടെ ഒരു ആത്മീയ ഗുരുവിനോട് ചെന്ന് സമീപിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ വീട് പരിമിതമായ സൗകര്യമുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം, അതിനൊരു പരിഹാരം കണ്ടെത്തി തരണം എന്ന് പറഞ്ഞ് ആത്മീയ ഗുരുവിനെ സമീപിച്ചു. ആൾ പറഞ്ഞു, അങ്ങനെ ഒരു പ്രശ്നമുണ്ടില്ല, എന്നാൽ ഒരു ആടിനെ വാങ്ങി കെട്ടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എന്തായി, ആടിനെ വാങ്ങി കെട്ടി. ആടിനെ വാങ്ങി ആടിൻ്റെ കുട്ടികളൊക്കെ നേരത്തെ തന്നെ പ്രശ്നങ്ങളാണ്, എൻ്റെ പരിമിതമായ സൗകര്യം. ആടും കൂടി ആയപ്പോഴോ കൂടി പ്രശ്നം രൂക്ഷമാണ്. അങ്ങനെ ഇയാൾ രൂക്ഷമായപ്പോൾ വീണ്ടും സമീപിച്ചു. നിങ്ങൾ പറഞ്ഞ പരിഹാരമായിട്ടില്ല, എന്നാൽ ഒരു പശുവിനെ കൂടി വാങ്ങാൻ വേണ്ടി പറഞ്ഞു. പശുവിനെ കൂടി വാങ്ങിയപ്പോഴോ പ്രശ്നം ഒന്നും കൂടി വർദ്ധിച്ചു. കാരണം പശുവിൻ്റെയും കൂടി കാര്യങ്ങളായി ഇതൊക്കെയായി ഒന്നും കൂടി പ്രശ്നം വർദ്ധിച്ചു. അത് വീണ്ടും സമീപിച്ചു. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം, എന്താണ് പ്രശ്നം ഒന്നും കൂടി സങ്കീർണമാക്കാൻ നിങ്ങൾ ചെയ്യുന്നത്, എന്താ പരിഹാരം പറഞ്ഞത്? ശരിയാ, നിങ്ങൾ ആടിനെ വിൽക്കാൻ വേണ്ടി പറഞ്ഞു. എന്താണ് ആടിനെ വിൽക്കാൻ വേണ്ടി പറഞ്ഞു. വെച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞ് വന്നു. ഇപ്പം എങ്ങനെയുണ്ട് വെച്ചു, എന്നാലും ആയിട്ടില്ല, എന്നാലും ചെറിയ ആശ്വാസമുണ്ട്, എന്നാലും പൂർണ്ണമായിട്ടില്ല. എന്നാൽ പശുവിനെ കൂടി വെക്കാൻ വേണ്ടി പറഞ്ഞു. ആ പശുവിനെ കൂടി വെച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പശുവിനെ കൂടി വെച്ചിട്ട് ചെന്നു. ഇപ്പം അങ്ങനെ അൽഹംദുലില്ലാ എന്തിൻ്റെ നല്ല റാഹത്തിൻ്റെ സന്തോഷമുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? തുടങ്ങിയ സ്ഥലത്ത് തന്നെ ഉണ്ട്, തുടങ്ങിയ സ്ഥലത്ത് തന്നെ. ഇപ്പം എങ്ങനെ ഇത് തിരിച്ചറിഞ്ഞ എന്താ അപ്പം സന്തോഷമുണ്ട്? എങ്ങനെ തിരിച്ചറിഞ്ഞ്? കൂടുതൽ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ആ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോയപ്പോൾ ഞാൻ നേരത്തെ എന്തായിരുന്നു, സുഖത്തിലായിരുന്നു. അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് അല്ലേ? നേരത്തെ ഞാൻ നല്ല സൗകര്യത്തിലായിരുന്നു, ഒന്നും കൂടി പ്രശ്നങ്ങൾ രൂക്ഷമായി, അത് ഒഴിഞ്ഞു പോയപ്പോഴാണ് എന്താകുന്നത്, നേരത്തെ എൻ്റെ സൗകര്യങ്ങൾ പരിമിതമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. കാലൊടിഞ്ഞ് പ്ലാസ്റ്ററിട്ട് 5 മാസം കട്ടിലിൽ കിടന്നപ്പോഴാണ് ഈ ഓടിച്ചാടി നടന്ന കാലിൻ്റെ മഹത്വം തിരിച്ചറിയുന്നത്. അതുവരെ ഈ കാൽ കൊണ്ട് എവിടേക്ക് എത്തി എന്നുള്ള അതിൻ്റെ വാല്യം തിരിച്ചറിഞ്ഞപ്പോഴാണ് 5 മാസം കട്ടിലിൽ തന്നെ കിടക്കേണ്ടി വന്നപ്പോഴാണ് അല്ലേ? ഒരു പ്രയാസം വരുമ്പോഴാണ് അതിൻ്റെ സുഖങ്ങൾ എത്രത്തോളം ഞാൻ അനുഭവിച്ചു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ റബ്ബ് നമുക്ക് നൽകി. അപ്പോൾ ആ സ്നേഹം, ആ ഒരു സന്തോഷം എവിടെയുള്ളത്? അങ്ങാടിയിലുണ്ട, നമ്മുടെ മനസ്സുകളിൽ തന്നെയുണ്ട്. നമ്മളത് തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. നമ്മളൊരു പുതിയ വീട് കെട്ടി, വെള്ളത്തിൻ്റെ ആവശ്യം വന്നോ, ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് വെള്ളം എടുത്തിട്ട് വരിക. ദിവസം 1/2 കിലോമീറ്റർ പോകണം വെള്ളം എടുക്കാം. അപ്പോൾ ഇങ്ങനെ ദിവസം പോകുന്ന കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു, ഇതിനെന്തെങ്കിലും ഇങ്ങനെ അവിടെയൊക്കെ പോയി വെള്ളം എടുക്കണം, നിൻ്റെ വീട്ടിൽ തന്നെ വെള്ളം ഉണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ വെള്ളമില്ല. അങ്ങനെയാണ് കുഴൽക്കിണർ അടിക്കുന്ന ആളിനെ വന്ന് നോക്കി, സ്ഥാനം നോക്കി, എന്തായി കുഴൽക്കിണർ അടിച്ചു. അപ്പോൾ അവിടെ തന്നെ വെള്ളമുണ്ട്, വീട്ടിൽ തന്നെ വെള്ളമുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ വെള്ളം തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ ഉപകരണങ്ങളെ കണ്ടു നോക്കി അതിൻ്റെ മണ്ണെന്ത് മാറ്റിയാൽ എന്താവുള്ളൂ എന്നതുപോലെ നമ്മുടെ മനസ്സുകളിലൊക്കെ എന്തുണ്ട്? സന്തോഷം എന്നുള്ള അങ്ങാടി പോയി വാങ്ങുന്നതല്ല, നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട്. ആ മണ്ണും ചെളിയൊക്കെ നീക്കേണ്ട രൂപത്തിൽ നീക്കിയാൽ നമ്മുടെ മനസ്സുകളിൽ നിന്നുണ്ടാവും സന്തോഷം കാണപ്പെടുന്നത്. അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ തിരി നമ്മുടെ വീടുകളിലൊക്കെ കത്തണം. അതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താവും? നമ്മുടെ മനസ്സുകളിൽ തന്നെ സന്തോഷമാണ് തോന്നുന്നത്. അങ്ങനെ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് എപ്പോഴൊരു സന്തോഷകരമായ അനുഭവം ഉണ്ടാകുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് നമ്മൾ വരും പോവുകയൊക്കെ ചെയ്യും, മറിച്ച് വീട്ടിലൊരു സന്തോഷത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു സന്തോഷത്തിൻ്റെ ഒരു ജീവിത വിജയത്തിൻ്റെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യമായി നമ്മൾ കാണുന്നത്. മറ്റുള്ളവർക്ക് തന്നെ എന്താവും? വന്നുകൊള്ളും. അപ്പോൾ ആ രൂപത്തിൽ നമ്മുടെ മക്കളുടെ മാതൃകാ രക്ഷിതാവാകുമ്പോൾ, നമ്മൾ രക്ഷിതാവ് എന്നുള്ളത് ആരെക്കുറിച്ചാണ് പറയാം?
അതിനെക്കുറിച്ച് അറിയാം. അള്ളാഹിനെ കുറിച്ചാണ് അല്ലേ? നമ്മുടെയൊക്കെ രക്ഷിതാവാരാണ്? അള്ളാഹു ആണ് അല്ലേ? നമുക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് വേണ്ടതിനനുസൃതമായി ഒരു മുടക്കവും കൂടാതെ നൽകുന്നവനാണ് ആര്? ആ ഒരു രക്ഷിതാവിൻ്റെ പദമാണ് നമുക്കുള്ളത് അല്ലേ? അപ്പൊ നമ്മുടെ മക്കൾ ആ രൂപത്തിൽ അല്ലേ, നമ്മളെന്തെങ്കിലും ചെയ്താൽ നിങ്ങളൊന്നും നിസ്കരിച്ചില്ല എന്ന് കരുതി അള്ളാഹു തആല നിങ്ങൾക്ക് ഭക്ഷണം നൽകാതിരിക്കോ? ഇരിക്കോ? ഒരാൾ അള്ളാഹിനെ കുറിച്ച് 2 മണിക്കൂർ നേരം നിന്ന് കുറ്റം പറഞ്ഞു, പിന്നെ അയാൾക്ക് സംസാരിക്കാൻ കഴിയോ? കഴിയും. അള്ളാഹിനെ കുറിച്ച് 10 മണിക്കൂർ കുറ്റം പറഞ്ഞാലും അള്ളാഹു തആല എന്താവും? അത് സംസാരിക്കാനും കഴിയും. സംസാരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ബിരിയാണിയും കൊടുക്കും. ആര്? അള്ളാഹു. അതിനോടാണ് അള്ളാഹു എന്ത് വിളിക്കുന്നത്? നമ്മളെ റഹ്മാൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്തു, ഏത് ചെയ്തു എന്നതൊന്നും ആർക്ക് പ്രശ്നമല്ല, അള്ളാഹ്ക്ക് പ്രശ്നമല്ല. അള്ളാഹ് നൽകുന്നതൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ നൽകിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെവനാണ് ആര്? റഹ്മാൻ എന്ന് പറയുന്നത്. നിങ്ങൾ അള്ളാഹിനോട് തിരിച്ചെന്ത് ചെയ്യുന്നു എന്നതൊന്നും ആര് നോക്കുന്നില്ല, അള്ളാഹു. അങ്ങനത്തെ ആളാണ് ആര്? റഹ്മാൻ എന്ന് പറയുന്നത്. ആ റഹ്മാൻ നമ്മളോട് വാത്സല്യമുള്ളവനാണ് ആര്? അള്ളാഹു തആല. ആ ഒരു റഹ്മാനിയത്തിലേക്ക് നമ്മൾ സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെങ്കിൽ, ഭർത്താവിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെങ്കിൽ, ഭാര്യയ്ക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെങ്കിൽ, മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, നമ്മുടെ ഡിമാൻഡ് എന്താ? നമ്മൾ പറഞ്ഞതവരെ അനുസരിച്ചോളണം. നിങ്ങൾ കൊടുക്കോ? അല്ലേ? അതാണ് നമ്മുടെ ഡിമാൻഡ്. പക്ഷെ നമ്മുടെ റഹ്മാൻ അങ്ങനെയാണോ? നമ്മുടെ രക്ഷിതാവ് അങ്ങനെയല്ല. ആ രക്ഷകത്വത്തിലേക്ക് നമ്മൾ ഉയരണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നത് ഭാവിയിൽ അവരുടെ മക്കളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ആവരുത്. നമ്മുടെ ഭർത്താവിന് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത് ഭർത്താവ് ഞാൻ പറഞ്ഞതനുസരിക്കുന്നവനാകാൻ ആകരുത്. എൻ്റെ ഭാര്യനെ ഞാൻ സ്നേഹിക്കുന്നത് അവളെ ഞാൻ പറയുന്നത് അനുസരിക്കാൻ ആവരുത്. മറിച്ച് നമ്മുടെ നിർലോഭം അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് എന്ത് പറയാ? അതിനാണ് എന്ത് പറയാ? സ്നേഹം. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഇങ്ങോട്ടൊന്നും വേണ്ട പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഏതെങ്കിലും ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ പേരെന്താ? ഒരാളെങ്കിലും ഉണ്ടല്ലേ? ഒന്നും പ്രതീക്ഷിക്കരുത്. അതിനാണ് എന്താ പറയാ? അങ്ങനത്തെ ആളുകൾ മാത്രം, അതായത് മക്കളായാലും മാതാപിതാക്കളായാലും ഭാര്യയായാലും അയൽവാസി ആരോടാണെങ്കിലും നമ്മൾ കൊടുക്കുന്നത് അത് കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തന്നോ, അത് നിങ്ങൾ തിരിച്ച് പ്രതീക്ഷ അത് അങ്ങാടിയിൽ നിന്ന് പോയി എന്തെങ്കിലും സാധനം വാങ്ങുന്ന പോലെയാണ്. നിങ്ങൾ പൈസ കൊടുത്ത ആ വാല്യക്കനുസരിച്ച് തിരിച്ച് നിങ്ങൾക്ക് വല്ലതും തരും. അതിന് സ്നേഹം എന്ന് പറയില്ല, അതിന് കൊടുക്കൽ വാങ്ങലുകൾ എന്ന് മാത്രമേ അതിൻ്റെ പേരുള്ളൂ. അതിൻ്റെ സ്നേഹമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് മക്കളുടെ മക്കളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാതാകുമ്പോൾ ഞാൻ അവനങ്ങനെയൊക്കെ പരിപാലിച്ചു, അവൻ ഇങ്ങോട്ടൊന്നും തന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്ര നേരം സ്നേഹിച്ചൊക്കെ വെറുതെ ആയിപ്പോയി. നിങ്ങൾ ബാങ്കിൽ പൈസ ഇട്ടു, ATM ചെന്ന് എടുക്കാൻ പോയപ്പോൾ അതിൽ പൈസ ഇല്ല. എന്തായി? പൈസ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ പൈസ നഷ്ടപ്പെട്ടു, തിരിച്ചു തരുന്നില്ല. അത്രയേ ഉള്ളൂ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തിരിച്ചെടുക്കാനേ പോകരുത്. കിട്ടിയാൽ നല്ലത്, കിട്ടിയാൽ നല്ലതാണ്. നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ല, വേണമെങ്കിൽ കിട്ടിക്കോട്ടെ, നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. റഹ്മാൻ അതാണ്, അല്ലാഹു തആല. ആ രക്ഷിതാവാണ് നമ്മൾ മക്കളെ സംബന്ധിച്ച് പറയുന്നത്. ആ രക്ഷകർത്തത്വമാണ് രക്ഷിതാവ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ആ രക്ഷകർത്തത്വം, ആ ഒരു സ്നേഹം നമ്മൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞൊക്കെ വെറുതെ തിരിച്ചു വരും. നിങ്ങൾ മനസ്സിൽ പോലും ആലോചിക്കരുത് കിട്ടണമെന്ന്. മറിച്ച് ആലോചിക്കാതെ കൊടുക്കുമ്പോൾ എന്തായിക്കോളും? തനിയെ കിട്ടിക്കോളും എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അപ്പൊ ആ രീതിയിൽ നമ്മുടെ രക്ഷകർത്തത്വം ഇൻഷാ അല്ലാഹ് ഓരോ പ്രായത്തിലും, ബാല്യത്തിലും, ശൈശവത്തിലും, കൗമാരത്തിലൊക്കെ നമ്മൾ എന്താകേണ്ടത്? പരിപാലിക്കേണ്ടത്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി പഠനം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ മക്കളായിട്ടുള്ള ഇടപെടലുകൾ നമുക്ക് എന്താവും? മനോഹരമാക്കാൻ കഴിയും. നമ്മുടെ ജീവിതവും മനോഹരമാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രീനേറ്റൽ കോഴ്സുകൾ നമ്മുടെ മക്കൾക്കെങ്കിലും ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും, ഞാൻ അതിൻ്റെ ഒരു ട്രെയിനർ കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിഞ്ഞ് നമ്മുടെ ജീവിതം, കുടുംബം സന്തോഷകരമാക്കണം. അതിന് ഞാൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സമയം വൈകിട്ടുണ്ടെങ്കിൽ എന്താകണം? വിഷമിക്കണം എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും മക്കളെക്കുറിച്ചുള്ള ഈ പറഞ്ഞതിലോ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന്